നന്ദിനിയുടെ മുത്തച്ഛനായ മുകേഷ് ബജാജ് മരിക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ മുഴുവൻ പവർ ഓഫ് അറ്റോർണി ശിവായുടെ പേരിൽ എഴുതി വച്ചിരുന്നു. അതുകൊണ്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട ഓരോ തീരുമാനത്തിനും ശിവായുടെ ഒപ്പ് അനിവാര്യമായിരുന്നു. ആ ശിവായി ഒരിക്കലും തിരികെ വരാത്ത പോലെ മാറ്റുന്നൊരു പ്ലാൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എന്ത് പ്ലാൻ? ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്താണ് ഇവിടെ? ഇൻസ്പെക്ടർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ പറഞ്ഞ കമാൻഡോ നിലത്ത് വീണ ലൈറ്റർ എടുത്ത് ശിവായുടെ സിഗരറ്റ് കൊളുത്തി. ലൈറ്ററിലെ അടയാളം ഇൻസ്പെക്ടർ കണ്ടപ്പോൾ ഇൻസ്പെക്ടറിന്റെ കാലിന്റെ കരുത്ത് പോയി. രണ്ട് കൈയും ചേർത്ത് ശിവായുടെ മുന്നിൽ അയാൾ മുട്ടുകുത്തി. മേജർ മഹേശ്വരി! ലൈറ്ററിലെ സൈൻ കണ്ട ഇൻസ്പെക്ടർ ഭയപ്പെട്ടത് എന്തിന്? ഈ കിളവന് ബുദ്ധിയില്ലേ? 101 ആൺകുട്ടികളുടെ വിവാഹാലോചനകളാ അയാൾ നിരസിച്ചത്. ഇയാൾ അയാളുടെ കൊച്ചുമകളെ ഒരിക്കലും വിവാഹം കഴിപ്പിക്കില്ലെന്നാ തോന്നുന്നത്. എന്ത് 100, 500 പേരെയെങ്കിലും നിരസിക്കട്ടെ. ഇത് സാധാരണ വൃദ്ധനല്ല. രാജ്യത്തെ ഏറ്റവും സമ്പന്നനായ വ്യക്തി, ബജാജ് ഇൻഡസ്ട്രീസിന്റെ ഉടമ മുകേഷ് ബജാജ്. അയാളുടെ കൊച്ചുമകളുടെ വിവാഹ ദിവസം ലോകം മുഴുവൻ നോക്കി നിൽക്കുക. മാഡം, ഇത്തവണ ഞാൻ നന്ദിനിക്കായി കൊണ്ടുവന്നിരിക്കുന്ന ആലോചനകള് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. മുകേഷ് ബജാജ് തന്റെ കൊച്ചുമോളിനായി വന്ന ഏറ്റവും വലിയ പേരുകളെ പോലും നിരസിച്ചതോടെ അയാൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അച്ഛാ, ഇതൊന്ന് നോക്ക്. എന്റെ കൊച്ചുമോളിനായി ഇത്തരത്തിലുള്ള ആൺകുട്ടികളെയാണോ നീ കൊണ്ടുവന്നത്? പുറത്തേക്ക് പോ, ഇവിടെ നിന്ന് പോ. അച്ഛാ, എന്റെ മകൾ ഈ ജന്മത്തിൽ വിവാഹം കഴിക്കരുതെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ഇത്രയും ആലോചനകൾ വന്നിട്ട് എന്തിനാ എല്ലാം നിങ്ങൾ നിരസിക്കുന്നത്? എന്താ പ്രശ്നം? ഇവരിൽ ഒരാളും നമ്മുടെ നന്ദിനിക്ക് യോജിച്ചവരല്ല. നന്ദിനിക്ക് അർഹനായ ഒരാളെ കണ്ടെത്തുമ്പോൾ മാത്രമേ അവളുടെ വിവാഹം നടക്കൂ. ഇവനും അർഹനല്ലേ? യശ് മൽഹോത്ര. മൽഹോത്ര ഇൻഡസ്ട്രീസിന്റെ ഏക അവകാശി. ഇതിനു മുന്നേ വന്ന ആൺകുട്ടി അടുത്ത മാസം ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആകാനിരുന്നവൻ. അതിനു മുൻപ് വന്നത് പ്രധാനമന്ത്രിയുടെ സഹോദരപുത്രൻ. ഹായ് ഗ്രാൻഡ്പാ. യെസ് ഡാർലിംഗ്. ഡൺ. അങ്ങനെയെങ്കിൽ എന്താ? മുകേഷ് ബജാജിന്റെ ഏക കൊച്ചുമോളാണ് നന്ദിനി. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന തരത്തിലുള്ള ഒരാളെ തന്നെയാ ഞാൻ അവൾക്കായി കണ്ടെത്തുക. എന്റെ മകൾക്കായി നിങ്ങൾ ഏത് രാജ്യത്തിലെ ഏത് രാജകുമാരനെ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിനക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ? 1000 രൂപയുടെ ഷൂ ആണ് നീ നശിപ്പിച്ചത്. അങ്ങനെയല്ലേ ഏട്ടാ? സോറി ഏട്ടാ. വെളുത്ത ഷൂവിൽ ആരെങ്കിലും കറുത്ത പോളിഷ് ഇടുവോ? മനുഷ്യരല്ലേ, തെറ്റുകൾ സംഭവിക്കില്ലേ? അവൻ ചെറിയ കുട്ടിയല്ലേ. തെറ്റ് ചെയ്തിട്ട് ഇപ്പോ നീ എന്നോട് വാദിക്കാനും തുടങ്ങി അല്ലേ? വിട്ടേക്കേട്ടാ, ക്ഷമിക്കേ. ഇപ്പൊ നീ എന്നെ ഉപദേശിക്കാനായ? എന്നോട് സംസാരിക്കുമ്പോ പരിധി മനസ്സിലാക്കി സംസാരിക്കണം. നീയും ഈ കടയിൽ ഷൂ പോളിഷ് ചെയ്യുന്നവനല്ലേ? നിനക്ക് അവനോട് ഇത്ര സഹതാപം ഉണ്ടെങ്കിൽ ദാ ഈ ഷൂ നീ തന്നെ വൃത്തിയാക്ക്. ചെയ്യേ, വൃത്തിയാക്ക്. എന്തിനാ എന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നേ? അകത്ത് പോ. മുകേഷ് ജി, നിങ്ങൾ ഇവിടെ എന്താ വേണ്ടത്? മിസ്റ്റർ ശിവായ്, ഞാൻ മുകേഷ് ബജാജ്, നഗരത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയായ ബജാജ് കൺസ്ട്രക്ഷന്റെ ഉടമ. ശിവായ്, നിങ്ങൾ എന്റെ കൊച്ചുമോളായ നന്ദിനിയെ വിവാഹം കഴിക്കൂ പ്ലീസ്. ശരി, പക്ഷെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ നിങ്ങളുടെ കൊച്ചുമോൾ എന്നെ പോലെ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവന് എന്തിനു വിവാഹം കഴിക്കണം? ഇതെല്ലാം ഇവിടെ എല്ലാവർക്കും മുന്നിൽ പറയാൻ പറ്റില്ല. എന്നോടൊപ്പം വരൂ പ്ലീസ്. ശിവായ്, നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനാണ് ഷൂ പോളിഷ് ചെയ്യുന്നവനെ പോലെ ജീവിക്കുന്നതെന്നും എനിക്കറിയാം. എന്ത്? പക്ഷെ ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാം? ബാക്കിയെല്ലാം ദാ ഇതിലുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ഡിവോഴ്സ്. ഇതെന്ത് നിബന്ധന? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്യാണം നടത്തുന്നത്? പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിവാഹം കഴിഞ്ഞാൽ എല്ലാം നീ അറിയും. തന്റെ രഹസ്യം മറയ്ക്കാൻ ശിവായ്ക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. മുകേഷ് ബജാജ് ഈ വിവാഹകാര്യം നന്ദിനിയുടെ അമ്മ രേഖയോട് പറഞ്ഞപ്പോൾ ബജാജ് മാൻഷൻ മുഴുവൻ കലാപമായി. കോടികളുടെ ഉടമകളായ നമ്മൾ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോളുടെ വിവാഹം ഉറപ്പിച്ചോ?
ഞാൻ ചെയ്യുന്നതെല്ലാം നന്നായി ആലോചിച്ചിട്ടാ. നന്ദിനിയുടെ വിവാഹം മറ്റാരോടും അല്ല, ആ ശിവായി എന്ന ഷൂ പോളിഷ് ചെയ്യുന്നവനോടെ നടക്കൂ. ഈ വിവാഹം വളരെ പ്രധാനപ്പെട്ടതാ. ഈ വിവാഹത്തിന് ശേഷം നന്ദിനിയുടെ ജീവിതം ഒരു രാത്രിയിൽ തന്നെ മാറും. മാറില്ല, നശിക്കും, എല്ലാം തകർന്നു പോകും. അച്ഛാ, നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവാത്തത്? ശരി, നിങ്ങളൊന്നും ചെയ്യലെങ്കിൽ ഞാൻ എന്റെ മമ്മിയോട് സംസാരിക്കും. മമ്മി, മമ്മി, ഈ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ? ദയവേത് അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ഈ വിവാഹം നടക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ നമ്മുടെ പൂജാരിയെ കൊണ്ട് അവരുടെ ജാതകങ്ങൾ നോക്കിച്ചു. ആച്ചക്കൻ നന്ദിനിയുടെ ജീവിതത്തിലേക്ക് വരുന്നത് യാദൃശ്ചികമല്ല. ഈ ബന്ധം ദൈവം തന്നെ തീരുമാനിച്ചതാ. മമ്മി, നിങ്ങൾ എന്താ പറയുന്നത്? ജാതകത്തിൽ എഴുതിയതെല്ലാം നമ്മൾ അംഗീകരിക്കണോ? ശരി, നിങ്ങൾ പോലും എനിക്ക് പിന്തുണ നൽകുന്നില്ലെങ്കിൽ ശരി, ഈ വിവാഹത്തിൽ നിന്ന് എന്റെ മകളെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കും. ആ ശിവായിയെ വിവാഹം കഴിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാ ഞാൻ എന്റെ ഞരമ്പ് മുറിക്കും. നന്ദിനി, നന്ദിനി, പ്ലീസ്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ആ കത്തി താഴെ വെക്ക്. ഇല്ലമ്മ, എന്റെ ജീവിതം പൂർണ്ണമായി നശിക്കും. ആ ശിവായി അമ്മ കണ്ടിട്ടില്ലേ? ഒരു ദരിദ്ര, പഠിപ്പുമില്ല, കീറിയ പഴയ വസ്ത്രങ്ങൾ വിട്ട് ഏത് ചേരിയിലേക്ക് എന്നെ കൊണ്ടുപോവാന്ന് ആർക്കറിയാം? ഇതെല്ലാം അറിഞ്ഞിട്ട് എന്നെ അവനെ കല്യാണം കഴിപ്പിക്കാനാണോ നിങ്ങളെല്ലാം നോക്കുന്നത്? ഇല്ല, ഇല്ല നന്ദിനി, നീ എവിടെയും പോകണ്ട. വിവാഹത്തിന് ശേഷം ശിവായി നമ്മളോടൊപ്പം ഇവിടെ താമസിക്കും. നിന്റെ ആഡംബരങ്ങളൊന്നും വിട്ടു നൽകേണ്ടതില്ല. ഇല്ല, എങ്കിലും ഞാൻ അവനെ വിവാഹം കഴിക്കില്ല. മുത്തച്ഛൻ എന്നെ നിർബന്ധിച്ചാൽ ഞാൻ എന്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കും. സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അച്ഛാ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ സ്വന്തം കൊച്ചുമോളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്നത്? ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കേസ് ഫയൽ ചെയ്താലോ? നിനക്കെതിരെ. നന്ദിനിയുടെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് പുറത്തു വന്ന സത്യം ഓർമ്മയുണ്ടോ? അത് വീണ്ടും പുറത്തു വരാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം. നിന്റെ മകളെയും അതിന് തയ്യാറാക്കണം. മുകേഷ് ബജാജ് പറഞ്ഞ ഈ ഒരൊറ്റ മുന്നറിയിപ്പ് രേഖയെ പൂർണ്ണമായും മൗനത്തിലാക്കി. അവൾ നന്ദിനിയെയും കൂട്ടി അവിടെ നിന്ന് പോയി. എന്താ ഇവിടെ നടക്കുന്നത്? സമയാവുമ്പോ രേഖയോട് എല്ലാം ഞാൻ പറയും. ആദ്യം ഈ വിവാഹം നടക്കട്ടെ. ഇനി ഈ വിവാഹം തടയാൻ ആർക്കും കഴിയില്ല. വിവാഹത്തിന്റെ യഥാർത്ഥ സത്യം അറിയാതെ രേഖയും നന്ദിനിയും സമ്മതം മൂളി. വിവാഹ ദിനം അടുത്തു വന്നു. പക്ഷേ അതുവരെ നന്ദിനി ഒരിക്കൽ പോലും ശിവായിയെ നേരിൽ കണ്ടിരുന്നില്ല. ഈ കാര്യം ശിവായിയെ ഉള്ളിൽ നിന്ന് തകർക്കുകയായിരുന്നു. നാളെ ഞങ്ങളുടെ വിവാഹം, പക്ഷെ ഞങ്ങൾ ഇതുവരെ ശരിക്കും സംസാരിച്ചിട്ട് പോലുമില്ല. എന്റെ കോളിനും മെസ്സേജിനും അവള് മറുപടി പോലും തരുന്നില്ല. നന്ദിനി എന്നെ സ്വീകരിക്കാൻ തയ്യാറില്ലെന്ന് പോലെ എനിക്ക് തോന്നുന്നു. വിവാഹം നടന്നാ മതി, നന്ദിനി നിന്നെ സ്വീകരിക്കും. നിങ്ങൾ എന്താ പറയുന്നത്? നന്ദിനി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുകയാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? പക്ഷെ ഇപ്പൊ കേൾക്കുമ്പോ നിങ്ങൾ അവളെ നിർബന്ധിക്കുകയാണെന്നാ തോന്നുന്നത്. നിർബന്ധിച്ചാ എന്താ? ഇത് എന്റെയും എന്റെ കൊച്ചുമോളുടെയും ഇടയിലുള്ള കാര്യമാ. നീ ഇടപെടണ്ട. മുകേഷ് ജി, എന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക. അല്ലാതെ ഞാൻ അശക്തനായതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓഹോ, ഇത്രയ്ക്ക് അഹങ്കാരോ? ശരി, എങ്കിൽ നീ വിവാഹം വേണ്ടെന്ന് വെച്ചോ. പക്ഷെ പിന്നെ നീ ഒരു ഷൂ പോളിഷ് ചെയ്യുന്നവനല്ല. യഥാർത്ഥത്തിൽ നീ മറ്റൊരാളാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. മുകേഷ് ബജാജ് അങ്ങനെ ഒരു വല വിരിച്ചിരുന്നത് കൊണ്ട് അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനായില്ല. അടുത്ത ദിവസം മനസ്സില്ലാ മനസ്സോടെ ബജാജ് കുടുംബത്തിലെ ഏക മകൾ ഷൂ പോളിഷ് ചെയ്യുന്ന ശിവായിയെ വിവാഹം കഴിച്ചു. ഇപ്പോഴെങ്കിലും പറയ്, എന്തിനാ ഞങ്ങൾ ഇരുവരെയും ഈ ബന്ധത്തിൽ നിങ്ങൾ പെടുത്തിയത്? എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങൾക്ക് എന്താ ലഭിച്ചത്? മോളെ, ഞാൻ ഈ വിവാഹം നടത്തിയത് കാരണം മുത്തച്ഛ, എന്താ നടക്കുന്നത്? മുത്തച്ഛ, എന്തു പറ്റി? ശിവായ്, ശിവായ്, എന്തെങ്കിലും ചെയ്. എന്താ സംഭവിക്കുന്നത്? എഴുന്നേൽക്ക് മുത്തച്ഛ, പ്ലീസ് എഴുന്നേൽക്ക്.
നന്ദിനി, നിന്റെ മുത്തശ്ശൻ ഇനിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് പിറ്റേ ദിവസം മുതൽ തന്നെ ശിവായിയുടെ ദുർദിനങ്ങൾ തുടങ്ങി. നന്ദിനിയും അവളുടെ അമ്മയും അവനെ തുടർച്ചയായി അപമാനിച്ചു. ചിലപ്പോൾ ശിവായിയെ പാത്രം കഴുകിപ്പിച്ചു, ചിലപ്പോൾ നിലം തുടപ്പിച്ചു. ഒരു ദിവസം നന്ദിനിയുടെ പഴയ കോളേജ് സുഹൃത്ത് റിയ വീട്ടിലെത്തി. നന്ദിനി, വീട്ടിലെ പുതിയ ജോലിക്കാരനെ വെച്ചോ? എന്താ, നന്ദിനിയുടെ ഭർത്താവോ? നന്ദിനി, നീ വീട്ടിലെ ജോലിക്കാരനെ ആരും അറിയാതെ വിവാഹം കഴിച്ചോ? വെരി ഫണ്ണി. എന്റെ വിധിയെ കളിയാക്കുന്നത് നിർത്ത്. ഈ ദരിദ്രനോട് നിനക്ക് ഡിവോഴ്സ് വാങ്ങിക്കൂടെ? എന്റെ മുത്തച്ഛന്റെ നിബന്ധനയാ അത്. എനിക്ക് ഇവനോട് ഡിവോഴ്സ് വാങ്ങാൻ പറ്റില്ല. അതിവിടെ ഇതൊക്കെ വരുത്തി വെച്ച് മുത്തച്ഛൻ പോയി. കമ്പനിയുടെ അവസ്ഥയാണെങ്കിൽ പറയണ്ട, അത്രയും മോശമായ അവസ്ഥയോ. എനിക്ക് അടിയന്തരമായിട്ട് 5 കോടി രൂപ വേണം. അയ്യോ, അങ്ങനെയെങ്കിൽ യഷിനോട് സംസാരിക്ക്. നിനക്ക് ഓർമ്മയില്ലേ, നമ്മുടെ കോളേജിലുണ്ടായിരുന്നു. ഇപ്പൊ അവൻ ഇൻഡസ് ഗ്രൂപ്പിന്റെ ഉടമയല്ലേ. നിന്റെ കോളേജ് കാലം മുതൽ അവന് നിന്നോടൊരു ക്രഷ് ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? റൈറ്റ്. മുമ്പും ചെറിയ കാര്യങ്ങളിൽ യാഷ് നന്ദിനിയെ സഹായിച്ചിരുന്നു. കാര്യം എന്തെന്നാൽ, സഹായത്തിന്റെ മറവിൽ യാഷ് അവളോട് ഫ്ലേർട്ട് ചെയ്യുന്നതും അവന് അവളോട് തെറ്റായ ഉദ്ദേശമുള്ളതും നന്ദിനിക്ക് അറിയാമായിരുന്നു. പക്ഷേ തന്റെ കരിയർ മുന്നോട്ടു പോകാൻ ആ സഹായം ആവശ്യമായതിനാൽ അവൾ അതെല്ലാം അവഗണിച്ചു. യാഷുമായുള്ള മീറ്റിംഗ് ഫിക്സ് ആയ ദിവസം ശിവായി തന്നെയാണ് അവളെ കാറിൽ ഓഫീസിലേക്ക് കൊണ്ടുപോയത്. ഹലോ നന്ദിനി, നീ എന്താ ഇത്ര വൈകിയേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഓൾ ഓക്കെ? ഓൾ ഓക്കെ. ഐ എം സോ സോറി, ട്രാഫിക്കിൽ കുടുങ്ങിയതാ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വരൂ. അതിരിക്കട്ടെ, ഇവരാരാ? നിന്റെ ഡ്രൈവറാണോ? ഞാൻ നന്ദിനിയുടെ ഭർത്താവാ, ശിവായി. ഓ, ഭർത്താവോ? ഹസ്ബൻഡ്? ഹായ്, ഐ എം സോറി ശിവായ്. നന്ദിനി വിവാഹം കഴിച്ചത് എനിക്ക് അറിയില്ലായിരുന്നു. അതിരിക്കട്ടെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു? എന്താണ് ബിസിനസ്? സത്യത്തിൽ എനിക്ക് ജോലിയില്ല. ഞാൻ അങ്ങനെ അധികം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദരിദ്രന് നന്ദിനിയെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയല്ലോ. വാവ്. എങ്കിലും എനിക്ക് തന്നെയാ ഗുണം. അവളെ വശീകരിക്കാൻ ഇയാളെ കുറച്ച് പണം കാണിച്ചാൽ മതി. അയ്യോ, അത് കുഴപ്പമില്ല. നന്ദിനിക്കായി ഇത്രയെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയില്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ ഒരു ഒഴിവുണ്ട്. പറയൂ, നീ ജോലി ചെയ്യോ? പേടിക്കണ്ട, നീ നന്ദിനിയുടെ ഭർത്താവല്ലേ. നിനക്ക് നല്ലൊരു ജോലി ഞാൻ തരാം. ഓ ഷിറ്റ്, ഞാൻ സോറി നന്ദിനി. എനിക്കിപ്പോ ഒരു അത്യാവശ്യ മീറ്റിംഗ് ഉണ്ട്, അതിന് പോയേ പറ്റൂ. നമുക്ക് നാളെ കാണാം. ശരി, ബൈ ബൈ. നീ എന്റെ ഭർത്താവാണെന്ന് അവനോട് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? ജോലി ഇല്ലെന്ന് വരെ പറഞ്ഞല്ലോ. ഇതെല്ലാം പറഞ്ഞിട്ടും അവൻ ജോലി ഓഫർ ചെയ്തപ്പോ നീ എന്തുകൊണ്ട് സമ്മതിച്ചില്ല? എത്ര നാൾ ഞാൻ ഇങ്ങനെ നിന്നിരുത്തി തീറ്റിക്കണം? നന്ദിനി, യാഷിന്റെ നോട്ടം എനിക്ക് അത്ര ശരിയായി തോന്നുന്നില്ല. അവൻ നിന്റെ കമ്പനി രക്ഷിക്കാൻ പണം തരുന്നതല്ല. അവൻ പണം തരുന്നതിന്റെ കാരണം അവന് നിന്റെ മേൽ തെറ്റായ ഉദ്ദേശമുണ്ട്. മിണ്ടാതിരിക്ക്. ഒരു കമ്പനി നടത്താൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നിനക്കറിയാമോ? ഒരു ജോലി പോലും ഇല്ലാത്ത നീ മിണ്ടണ്ട. നിന്നെ എന്റെ തലയിൽ കെട്ടിവെച്ച് മുത്തച്ഛൻ സ്വർഗത്തിലേക്ക് പോയപ്പോ എന്താ അദ്ദേഹം ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല. നന്ദിനി നോക്ക്, കാര്യങ്ങൾ അങ്ങനെയല്ല. നോക്ക്, എനിക്ക് 5 കോടി രൂപ വേണം. അത് കിട്ടിയില്ലെങ്കിൽ നിന്നെ പോലെ ഞാനും പാത്രം കഴുകേണ്ടി വരും. അത് ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് യഷിന്റെ ജോലി ഓഫർ നീ സ്വീകരിക്കണം. മുത്തച്ഛന്റെ ആ നിബന്ധന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇതിനോടകം ഡിവോഴ്സ് ചെയ്തേനെ. ശരി നന്ദിനി, നീ പറയുന്നത് ഞാൻ കേൾക്കാം. ഞാൻ ഈ ജോലി ചെയ്യാം. ഗുഡ്. ഇത് കേട്ടതോടെ നന്ദിനി സന്തോഷിച്ചു. ഉടൻ തന്നെ അവൾ യാഷിനെ വിളിച്ച് ശിവായിയുടെ തീരുമാനം അറിയിച്ചു. ഓക്കെ, നാളെ അവന് ഇന്റർവ്യൂവിന് വേണ്ടി ഓഫീസിലേക്ക് കൊണ്ടുവരൂ. ഓക്കെ, ബൈ ബൈ. എന്ത് സർ, നന്ദിനിയുടെ ദരിദ്രനായ ഭർത്താവിന് നമ്മുടെ കമ്പനിയിൽ ജോലി കൊടുക്കേ? നമ്മുടെ റെപ്യൂട്ടേഷൻ എന്താവും? വഴിയിൽ കിടക്കുന്ന ആരെയെങ്കിലും ഞാൻ ഉണ്ടാക്കിയ കമ്പനിയിൽ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതെന്താ ചാരിറ്റിയാണ്? നമ്മുടെ കമ്പനിയിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? മനസ്സിലായി സർ. അടുത്ത ദിവസം രാവിലെ നന്ദിനി ശിവായിയെ യാഷിന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി.
വഴിയിലുടനീളം ഇന്റർവ്യൂവിൽ എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ നന്ദിനി ശിവായിക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഓക്കെ. ഓക്കെ സർ. ഹായ്. ഹായ് നന്ദിനി, ഹൗ ആർ യു? ഐ എം ഗുഡ്. അകത്ത് വരൂ, ഇരിക്കൂ. അവിടെ നിൽക്ക്. വെയിറ്റ്, മേനക കേൾക്ക്. യെസ് സർ. ശിവായിയെ പുറത്തേക്ക് കൊണ്ടുപോയി ഫോം പൂരിപ്പിക്കേ. ഫൈൻ. പിന്നെ പുറത്തുപോയി ആരോടും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയണം. എനിക്ക് നന്ദിനിയുമായി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, മനസ്സിലായോ? ഇതെല്ലാം കണ്ട് ശിവായിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ നന്ദിനിക്കായി അവൻ മൗനം പാലിച്ചു. ഇതിൽ നിന്റെ ഡീറ്റെയിൽസ് പൂരിപ്പിച്ച് ഇതിൽ സൈൻ ചെയ്. മാം, ഇതിലെവിടെയാ സൈൻ ചെയ്യേണ്ടത്? വിവരമില്ലേ? കാണുന്നില്ലേ? ഇവിടെയാ സൈൻ ചെയ്യേണ്ടത്. ശിവായി ഫോം പൂരിപ്പിക്കുമ്പോൾ മാനേജർ അതിവേഗം യാഷിന്റെ ക്യാബിനിലേക്ക് കയറി. യെസ് സർ, ദിനേഷ് സാർ എത്തിയിട്ടുണ്ട്. യാഷിന്റെ അങ്കിളായ ദിനേഷ് മുൻ ആർമി ഓഫീസറും ഇപ്പോൾ ഉജ്ജയിനിലെ വലിയ ബിസിനസ്സുകാരിൽ ഒരാളുമായിരുന്നു. യാഷ് അവനൊപ്പം ജോലി ചെയ്തും അവന്റെ പണത്തിൽ ആശ്രയിച്ചുമാണ് ജീവിച്ചത്. നന്ദിനി, നമുക്ക് പോണം, വാ. മാനേഴ്സില്ലേ നിനക്ക്? കണ്ണില്ലേ നിനക്ക്? സർ സോറി, ഞാൻ ഒരു അഡ്രസ്സ് ചോദിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ പോവാം. സോറി സർ. ദിനേഷ് തിരിച്ചറിയാതിരിക്കാനായി ശിവായി വേഗത്തിൽ അവിടെ നിന്ന് മാറി. അതേസമയം അവിടെ വെച്ചിരുന്ന അവന്റെ പെൻ ദിനേഷ് ജിയുടെ കണ്ണിൽപ്പെട്ടു. പേനയിൽ കുത്തിയിട്ടിരുന്ന എസ് കണ്ട മാത്രയിൽ ഈ പേന ഇത് അയാളുടെ പേനയാണോ? അയാളുടെ കാലിന് താഴെ നിലമൊലിച്ചു പോയതുപോലെ തോന്നി. മിസ്റ്റർ ശിവായ്, കഴിഞ്ഞ 3 വർഷമായി നിങ്ങൾ എവിടെയായിരുന്നു? നമ്മുടെ കമ്പനി വാങ്ങാനാണോ ഇവിടെ വന്നത്? എന്ത് കമ്പനി വാങ്ങാനോ? അവനെ കണ്ട ഒരു സമൂസ വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇൻഫാക്ട് അവൻ എൻ്റെ സുഹൃത്ത് നന്ദിനിയുടെ ഭർത്താവാണ്. ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനൊരു ജോലി കൊടുക്കാന്ന് കരുതിയത്. നിങ്ങൾ അവനെ ചീത്ത പറഞ്ഞതോടെ അവൻ ഇവിടെ നിന്ന് പോയി. യാഷ്, നിനക്ക് ബുദ്ധിയില്ലേ? ഈ പേന നോക്ക്, ഈ മാർക്ക് നോക്ക്, ഈ അടയാളമുള്ളത് അത്തരക്കാരുടേതാണ്. അവര്... ദിനേഷ് ജി വാക്കുകൾ മധ്യേ നിർത്തി. ഇതെല്ലാം കേട്ടപ്പോൾ യാഷിന്റെയും അവസ്ഥ മോശമായി. തന്റെ അങ്കിളിന്റെ മുഖത്ത് ഇത്ര ഭയം യാഷ് ആദ്യമായാണ് കാണുന്നത്. സർ, നിങ്ങൾ ആരെക്കുറിച്ച് സംസാരിക്കുന്നത്? ശിവായെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? മാഡം, നിങ്ങളുടെ ഭർത്താവ് ആരാണെന്ന് നിങ്ങൾക്ക് വാസ്തവത്തിൽ അറിയില്ലേ? ഇത് നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇതിന്റെ അർത്ഥം ശിവായ് സാർ ഉജ്ജയിനിലുണ്ട് എന്നതാണ്. ഇനി എന്തോ വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു. എന്റെ ടീമിനെ ഞാൻ അലർട്ട് ചെയ്യണം. മാഡം, ഇതാ ശിവായ് സാറിന്റെ പേന. ദിനേഷ് ജി പറഞ്ഞത് കേട്ടതോടെ നന്ദിനി വിറച്ചു. ഇതെല്ലാം എന്തിന്റെ സൂചനയാണ്? ഈ ശിവായ് ആരാണ്? ആർമിക്കാരനായ ദിനേഷ് അങ്കിൾ അവനെ എന്തിനാണ് ഭയപ്പെടുന്നത്? പേടിയും ആശങ്കയും നിറഞ്ഞ നന്ദിനി വീട്ടിലെത്തി കോപത്തോടെ ചോദിച്ചു, ശിവായ്, നീ ആരാ? ഞാൻ നിന്റെ ഭർത്താവ് ശിവായ് മഹേശ്വരി. ഈ നാടകം നിർത്ത്. ഈ പേനയും ഇതിലെ ഈ മാർക്കും എന്താ ഇതിനർത്ഥം? നീ പോയതിനു ശേഷം ഈ പേന കണ്ടതും ഈ മാർക്ക് കണ്ടതും ദിനേഷ് ജി പേടിച്ചത് ഞാൻ കണ്ടതാ. നീ ആരാ? പറ. ഈ പേന ആ മങ്കി ബ്രാൻഡ് ഡാൻസ് മാനോടൊപ്പം ഫ്രീ ആയി കിട്ടിയതാ. ഇന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ദിനേഷ് ജി ഈ മാർക്ക് മറ്റെന്തെങ്കിലുമായി തെറ്റിദ്ധരിച്ചതാവും. അല്ലെങ്കിൽ പറയും നന്ദിനി, ഇത്രയ്ക്ക് വിലയുള്ളതായിരുന്നെങ്കിൽ ഞാനത് അവിടെ വെച്ചിട്ട് പോവും. അപ്പോൾ തന്നെ നന്ദിനിക്കൊരു കോൾ വന്നു. അവൾ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം വൈകിട്ട് നന്ദിനിയുടെ കോളേജ് റീയൂണിയൻ പാർട്ടിയായിരുന്നു. നന്ദിനി, യു ലുക്കിംഗ് സോ പ്രിറ്റി ടുനൈറ്റ്. ഒരു ജ്വല്ലറി പോലും ഇടാൻ കഴിയാത്ത അത്രയും തിരക്കായിരുന്നോ നിനക്ക്? അയ്യോ സോറി, ഞാൻ മറന്നു. നിന്റെ ഭർത്താവിന് നിനക്കൊരു ചെരുപ്പ് വാങ്ങിത്തരാൻ പോലും കഴിവില്ല അല്ലേ? പിന്നെയല്ലേ നെക്ലേസ്. എന്തായാലും നോക്ക്, ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് എനിക്ക് 3 കോടി രൂപയുടെ നെക്ലേസ് സമ്മാനിച്ചു. നന്നായിട്ടില്ലേ? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നന്ദിനിയുടെ കമ്പനി വലിയ നഷ്ടത്തിലായിരുന്നു. ഒരു ഇൻവെസ്റ്ററെ അവൾ തിരയുകയായിരുന്നു.
കോളേജ് കാലത്ത് അവളോട് ഫ്ലേർട്ട് ചെയ്തിരുന്ന സമ്പന്നനായ ദേവും ഈ പാർട്ടിയിൽ എത്തിയിരുന്നു. അവനോട് തന്നെ നിക്ഷേപം ചോദിക്കാം എന്ന ചിന്ത അവളുടെ മനസ്സിൽ വന്നു. ഹായ് ദേവ്. അപ്പോഴേക്കും ഒരു ബൊക്കെ പിടിച്ച് ശിവായി അവിടേക്കെത്തി. ക്ലബിലെ തിരക്കിനിടയിൽ ശിവായിയുടെ കണ്ണുകൾ നന്ദിനിയെ തേടി. ഒരു കോണിൽ വൈൻ കുടിച്ചുകൊണ്ടിരുന്ന നന്ദിനിയെ കണ്ടതും അവൻ അവിടേക്ക് ഓടി. ശിവായിയെ കണ്ടതോടെ നന്ദിനി കോപം കൊണ്ട് കത്തി. നീ ഇവിടെ എന്തിനാ വന്നത്? അതും ഈ വൃത്തികെട്ട ഡ്രസ്സില്. ചപ്പലിട്ടാ വന്നിരിക്കുന്നത്. ഗാർഡ്സ് നിന്നെ എങ്ങനെ അകത്തേക്ക് വിട്ടത്? ഇല്ല ഇല്ല, നീ വീട്ടിലും മറന്നു വെച്ച ഈ ഫോൺ തിരികെ തരാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നേ. പിന്നെ ഈ ബുക്ക്, ഇതെന്താ ഈ നാടകം? ഇന്ന് നമ്മുടെ 3ാമത്തെ വിവാഹ വാർഷികമാണെന്ന് നീ മറന്നിരിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്നെക്കുറിച്ചൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി വന്നത്. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ ശിവായിലേക്കും ദേവിലേക്കും നന്ദിനിയിലേക്കുമായിരുന്നു. ലെറ്റ്സ് ഡാൻസ്. നന്ദിനി, ഒന്ന് കേൾക്ക്. ഞാൻ മുഴുവൻ സത്യവും പറഞ്ഞു തരാം. നീ ഈ പൂക്കൾ കണ്ടോ? എന്റെ ജീവിതത്തിൽ നിനക്ക് അത്ര വിലയുള്ളൂ. ഇറങ്ങിപ്പോ ഇവിടുന്ന്. നന്ദിനി, എന്റെ കൂടെ വാ. ഏയ്, ഇതെന്താ ഈ ബഹളം? നന്ദിനി ബേബി, റിലാക്സ്. നിന്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തവനാ. ഞാനങ്ങനെയല്ല. പറയ്, നിനക്ക് എത്ര പണം വേണം? 1 കോടി, 2 കോടി, 10 കോടി? ദേവ്, നീ എന്നെ സഹായിക്കൂ. തീർച്ചയായും. എൻഡ് ഓഫ് ദി ഡേ നീ എന്റെ സുഹൃത്തല്ലേ. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. 2 കോടിക്ക് നീ ഇന്ന് മുഴുവൻ വൈകുന്നേരം എന്റെ മടിയിലിരിക്കണം. 10 കോടിക്ക് ഒരു രാത്രി മുഴുവൻ നീ എനിക്ക് നൽകണം. പറയേ, സമ്മതമാണോ? നീ എന്താ ചെയ്തത്? നിനക്ക് ബുദ്ധിയില്ലേ മണ്ട? ശിവായ്, നീ എന്താ ചെയ്തത്? ഈ പാവ എന്നെ സഹായിക്കാനാ വന്നത്. ഇപ്പൊ തന്നെ നീ അവനോട് മാപ്പ് പറയണം. മാപ്പ് പറ. മാപ്പോ? എന്റെ ചെരുപ്പ് പോലും അവനോട് മാപ്പ് പറയില്ല. നന്ദിനി, നീ എന്റെ കൂടെ വാ. ഇവിടെ ശിവായി മഹേശ്വരി ആരാ? ഞാനാണ് ശിവായി മഹേശ്വരി. ജീവൻ വേണമെങ്കിൽ നിന്റെ ഈ ഗുണ്ടകളെയും കൂട്ടി ഇവിടെ നിന്ന് മാറിപ്പോ. ഏയ്, ഈ കുട്ടിക്കളി നിർത്ത്. ഒരാളല്ല, നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരൂ. മഹാകാലാണ് സത്യം. ഇന്ന് നിങ്ങളിൽ ഒരാളും സ്വന്തം കാലിൽ ഇവിടെ നിന്ന് മടങ്ങിപ്പോവില്ല. ഹെഡ്ഷോട്ട്. എന്ത് തരത്തിലുള്ള സ്ക്വാഡിനെ നീ അയച്ചത്? എല്ലാം തീപ്പെട്ടിക്കോല് പോലെ വീണ് കിടക്ക. എന്ത്? ഇവരെന്റെ ഏറ്റവും അപകടകാരികളായ ആളുകളായിരുന്നു. ഞാൻ തന്നെ അവിടെ വരാം. എന്ത്? ഹെഡ്ഷോട്ട്? ദൈവമേ, അവൻ അണ്ടർവേൾഡിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. അവന്റെ കണ്ണ് ഒരാളിൽ വീണ് കഴിഞ്ഞാ അവന്റെ നാളുകൾ തീർന്നതായേ കണക്കാക്കാൻ പറ്റൂ. കുറച്ചുകൂടി കാത്തിരിക്കേ. അവന്റെ അവസാനം അടുത്തിരിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് 10 ജീപ്പുകളുടെ ഒരു കോൺവോയ് എത്തി. അകത്തു നിന്നവരുടെ ശ്വാസം പോലും നിലച്ചുപോയി. ഹെഡ്ഷോട്ട് ക്ലബിനുള്ളിലേക്ക് കയറി. ദേവ് കണ്ണുകൊണ്ട് ശിവായിയെ കാണിച്ചു. ഹെഡ്ഷോട്ട് ഉടൻ തന്നെ തന്റെ തോക്കെടുത്ത് ശിവായിയിലേക്ക് ചൂണ്ടി. അനങ്ങിപ്പോരുത്. എന്റെ പേര് ഹെഡ്ഷോട്ട്. ഇന്ന് വരെ എന്റെ ലക്ഷ്യം തെറ്റിയിട്ടില്ല. നിങ്ങളെല്ലാവരും പാർട്ടി ആസ്വദിക്കും. ഇയാളെ ഞാൻ എന്റെ താവളത്തിലേക്ക് കൊണ്ടുപോയി തീർക്കാം. പക്ഷേ അവന്റെ ശരീരത്തിലെ ഓരോ അസ്ഥിയും ഞാൻ തകർക്കുന്നില്ലെങ്കിൽ പിന്നെ പറയാം. നിമിഷങ്ങൾക്ക് മുൻപ് ഗുണ്ടകളോട് പോരാടിക്കൊണ്ടിരുന്ന ശിവായി അവിടെ തന്നെ അനങ്ങാതെ നിന്നു.
ഹെഡ്ഷോട്ടിന്റെ ആളുകൾ ശിവായിയെ പിടിച്ചുകെട്ടി കൂട്ടിക്കൊണ്ടുപോയി. നന്ദിനിയും ദേവും അവരുടെ പിന്നാലെ പോയി. ഹെഡ്ഷോട്ടിന്റെ കാറിന്റെ പിന്നിലെ ഡിക്കിയിൽ ശിവായിയെ കെട്ടിയിട്ടു. ശിവായ് അണ്ടർവേൾഡിൽ തടവിലായിരുന്നു. അവന്റെ മുന്നിലിരിക്കുന്നത് ഹെഡ്ഷോട്ട് അണ്ടർവേൾഡിലെ ക്രൂരനായ ഡീലർ. നിരവധി കോടി വില വരുന്ന മയക്കുമരുന്ന് സംഘത്തെ ശിവായ് തകർത്ത് തെറിപ്പിച്ചു. ഹെഡ്ഷോട്ടിന്റെ കണ്ണുകളിൽ വെറുപ്പും ശിവായിയുടെ മുഖത്ത് പ്രതീക്ഷ മാത്രവുമായിരുന്നു. എന്റെ ഒളിത്താവളങ്ങൾ പോലീസിന് പറഞ്ഞു കൊടുത്തത് ഒട്ടും ശരിയായില്ല ശിവായ്. ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത്? എന്നെ വഞ്ചിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാനാവില്ല. തെറ്റായ ആളോടാണ് നീ കളിച്ചത്. ശിവായ് മഹേശ്വരി, ഞാൻ നിന്നെ തകർത്ത് കളയും. ജീവിക്കാനായി നീ എന്റെ കാലിനടിയിൽ കിടന്ന് കരയേണ്ടി വരും. നീയാണ് എന്റെ കാലിനടിയിൽ വന്ന് മാപ്പ് പറയേണ്ടി വരിക. കുറച്ചു നേരം കൂടി കാത്തിരിക്കേ, എല്ലാം നിനക്ക് മനസ്സിലാവും. ഇവനെ തലകീഴായി കെട്ടിത്തൂക്ക്. വസ്ത്രമഴിക്ക്. ഗംഗ, മഹാകാലിനെ നാശകാരി എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? അനീതികൾ അതിരുവിട്ട മഹാകാലിന്റെ താണ്ഡവം എല്ലാം നശിപ്പിക്കും. പുതിയൊരു തുടക്കം തുടങ്ങും. ഇനി ലോകം കാണാൻ പോകുന്നത് ശിവായുടെ താണ്ഡവം. വസ്ത്രം അഴിക്കുവന്റെ. ഹെഡ്ഷോട്ടിന്റെ ഗുണ്ടകൾ ശിവായിന്റെ ശരീരത്തിലുള്ള ശേഷിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിപ്പറിക്കാൻ എത്തിയപ്പോൾ ഗോഡൌണിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറി. ജയ് മഹാകാൾ! ബോസ്, ഈ പാമ്പ് എവിടുന്ന് വന്നു? പിന്നീട് ഡ്രമ്മിന്റെ ശബ്ദം ഹെലികോപ്റ്ററിന്റെ ഇടിമുഴക്കമായി മാറി. എന്താ നടക്കുന്നത് സാർ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു നേരം കാത്തിരിക്കുന്ന. ബ്ലാക്ക് കാറ്റ് കമാൻഡോസിന്റെ തലവനായ ക്യാപ്റ്റൻ സർതാജ് ഇരുമ്പ് കമ്പിൽ കെട്ടി രക്തമൂറുന്ന ശിവായിനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ കോപത്തിന്റെ തീ തെളിഞ്ഞു. നീ എന്താണ് ചെയ്തിരിക്കുന്നത് നായേ? അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ഹെഡ്ഷോട്ടിന്റെ ധാർഷ്ട്യം ഒരു നിമിഷം പോലും നിലനിന്നില്ല. സർതാജ് പറഞ്ഞത് കേട്ടപ്പോൾ ഹെഡ്ഷോട്ട് ഭീതിയിൽ മങ്ങിപ്പോയി. പക്ഷേ ഹെഡ്ഷോട്ട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ശിവായി ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഹേയ് യൂസ്ലെസ്! വീട്ടുപണിയിൽ നിന്ന് രക്ഷപ്പെടാനാണോ ഇന്നലെ രാത്രി മുഴുവൻ നീ പുറത്തു പോയത്? എന്നാ കേട്ടോ, ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കണമെങ്കിലേ, ഇവിടെ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം ചെയ്യണം. ഇനി ഞാൻ അറിയാതെങ്ങാനും പുറത്തു പോയാൽ നിന്റെ കാല് ഞാൻ ഒടിക്കും. മനസ്സിലായോ? മോം മോം കാം ഡൗൺ. അവൻ വീട്ടിൽ കയറിയില്ല, അപ്പോഴേക്കും തുടങ്ങിയോ? വെള്ളം വേണോന്നല്ലേ ചോദിക്കേണ്ടത്? ശിവായ് ബേബി, എവിടെയായിരുന്നു നീ? ഇന്നലെ രാത്രി ഞാൻ നിന്നെ എത്ര മിസ് ചെയ്തെന്നറിയോ? എന്തു പറ്റി നന്ദിനി? എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ശിവായ്, ഞാൻ നിന്റെ ഭാര്യയല്ലേ. ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ ഓർക്കാൻ പാടുള്ളൂ. വെറുതെ ഞാൻ ഓർക്കില്ലേ? ഇന്നത്തെ നന്ദിനിയുടെ പെരുമാറ്റം ശിവായിക്ക് ഒട്ടും പിടികിട്ടിയില്ല. വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും സ്വന്തം മുറിയിലേക്ക് പോലും കയറാൻ അനുവദിക്കാത്ത പെൺകുട്ടി ഇന്ന് ശിവായുടെ ചുമലിൽ തല ചായ്ച്ച് അവന്റെ കാര്യങ്ങൾ ചോദിക്കുന്നു. ശിവായ്, ഓർമ്മയുണ്ടല്ലോ, നാളെ നമ്മുടെ ആനിവേഴ്സറിയാ. ഓഫ് കോഴ്സ്, എനിക്ക് ഓർമ്മയുണ്ട് നന്ദിനി. ആ ദിവസം ഞാൻ എങ്ങനെ മറക്കും? 1 വർഷം മുഴുവൻ കാത്തിരുന്ന ദിവസമാണല്ലോ. നാളത്തേക്ക് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഓ, നീ അത്ര സ്വീറ്റാ. ശരി, നമ്മുടെ ആനിവേഴ്സറിയില് ഞാനൊരു ഗിഫ്റ്റ് ചോദിച്ചാ നീ തരുവോ? ഗിഫ്റ്റാണോ നന്ദിനി? നീ എന്റെ ജീവൻ ചോദിച്ചാലും അത് ഞാൻ നിനക്ക് തരും.
അയ്യോ മജ്നൂൻ ഉണ്ടായവനെ, നീ ജീവനൊന്നും തരണ്ട. എന്റെ മോൾ എന്താണോ ചോദിക്കുന്നത് അത് കൊടുത്താ മതി. മോം എന്തിനാ ഞങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കുന്നത്? 1 മിനിറ്റ് ബേബി. അതും പറഞ്ഞ് നന്ദിനി ആ പേപ്പേഴ്സ് ശിവയുടെ മുന്നിൽ വെച്ച് ഒപ്പിടാൻ പറഞ്ഞു. യു ഹാവ് ടു സൈൻ ദിസ്. ഇതെന്താ പേപ്പേഴ്സ് നന്ദിനി? ബേബി, നാളെ നമ്മുടെ ആനിവേഴ്സറി അല്ലേ, അതിനായിട്ട് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ചെറിയ ചില ഫോർമാലിറ്റീസ് മാത്രമായത്. പക്ഷേ നന്ദിനി, ഏത് ഹോട്ടലാണ് ഇങ്ങനെ പേപ്പേഴ്സ് ഒപ്പിടാൻ ചോദിക്കുന്നത്? നിനക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? പ്രശ്നമില്ല, നോക്കി വായിക്കും. അല്ല അങ്ങനെയല്ല നന്ദിനി, ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നീ പേപ്പേഴ്സ് എല്ലാം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പൊതുവെ ചോദിച്ചതാ. അപ്പൊ ഒപ്പിട്. ശരി. നന്ദിനി, ഒരു ഇമ്പോർട്ടന്റ് കോളാണ്. ഞാൻ 2 മിനിറ്റിൽ വരാം. ശിവായ്. ഹലോ. ശരി, ഞാൻ 10 മിനിറ്റിലെത്തും. ശരി നന്ദിനി, എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് പോകണം. കുറച്ച് സമയത്തിന് ശേഷം വന്ന് ഞാൻ ഒപ്പിടാം. ശിവായ്, പക്ഷെ ഒപ്പിട്ടിട്ട് പോവാം. എങ്ങോട്ടാ പോകുന്നത്? കണ്ടോ നീ ഇത്ര സോപ്പിട്ടിട്ടും അവൻ ഒപ്പിടാതെ പോയത് കണ്ടോ? മോം ദയവായിട്ടൊന്നും മിണ്ടാതിരിക്കൂ. എന്റെ കമ്പനി മുങ്ങിപ്പോവാ. അതിനിടയിൽ ഈ ഭിക്ഷക്കാരൻ ഒപ്പിടാനും തയ്യാറല്ല. അടുത്ത ദിവസം ശിവായുടെയും നന്ദിനിയുടെയും 3ാം വിവാഹ വാർഷികമായിരുന്നു. സന്തോഷത്തിൽ നിറഞ്ഞ ശിവായി വളരെ നേരത്തെ എഴുന്നേറ്റ് മഹാകാളിനെ കാണാൻ പോയി. എടി കിഴവി, എത്ര പറയണം നിന്നോട്? ഇവിടെ എന്റെ നിയമമാണ് നടക്കുന്നത്. ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് പ്രൊട്ടക്ഷൻ പണം നൽകണം. നീയും ഇവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് വീക്ക്ലി പ്രൊട്ടക്ഷൻ പണം നൽകണം. പക്ഷെ മോനെ, ഞാനിവിടെ ഒരു ബിസിനസ്സും ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനു പണം തരണം? എത്ര പറയണം? പറഞ്ഞ് ഞാൻ മടുത്തു. ഒളിച്ചു കളയി ഷോപ്പ്. മഹാകാളിന്റെ നഗരത്തിൽ ഒരു രാജാവിന് മാത്രമേ ഭരണാവകാശമുള്ളൂ. മഹാകാളിന്റെ തന്നെ. നിങ്ങളുടെ നിയമം ഇവിടെ നടക്കില്ല. മാറി നിന്നോ, അല്ലെങ്കിൽ കിഴവയ്ക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇവിടെ കടന്ന് ചാകുന്നീ. അകലുമതിനാശം ചണ്ടാള കർമ്മം ചെയ്യുന്നവർക്ക് മഹാകാല ഭക്തന്റെ ജീവനുമേൽ കാലനും അധികാരമില്ല. ഒരിക്കൽ കൂടി നീ ഈ അമ്മച്ചിയെ ശല്യം ചെയ്താ പിന്നെ ഞാൻ ഇല്ല ചേട്ടാ മാപ്പാക്ക്. ഇന്നു മുതൽ ഞങ്ങൾ ഈ ജോലി ഒഴിഞ്ഞു. ദയവായി മാപ്പാക്ക്. ഓ ഇവിടുന്ന്. ശിവായ്, നീ ഇന്ന് വന്നത് നന്നായി. എന്തിനാണ് ഭയക്കുന്നത് അമ്മേ? മഹാദേവ് ഉണ്ടല്ലോ നിങ്ങളെ രക്ഷിക്കാൻ. അമ്മേ, ഈ ചുവപ്പ് റോസുകളിൽ നിന്നൊരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കി തരണേ. ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെ അമ്മേ, ഇന്ന് എന്റെയും നന്ദിനിയുടെയും 3ാം വിവാഹ വാർഷികമാണ്. പക്ഷേ നന്ദിനിക്ക് അതറിയാമോ? എനിക്കറിയാമോ, അവൾക്കറിയാമോ? അതെന്താണമ്മേ? ആനിവേഴ്സറി രണ്ടുപേരുടെയും ദിവസമല്ലേ? പ്രേമം അതൊരാൾക്ക് മാത്രമായാലും നീണ്ടു നിൽക്കില്ല മോനെ. അമ്മേ, വൺ സൈഡ് ലവ് വേറൊരു ഫീലാണ്. നാം ഒരാളുടെ ലോകത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമായാലും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. മഹാദേവ് തീരുമാനിച്ചാൽ നന്ദിനിയെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രയും നന്ദിനി നിന്നെയും സ്നേഹിക്കും. ശരി, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഒരു മനോഹരമായ ബൊക്കെ ഉണ്ടാക്കിത്തരാം. അല്പസമയം കൊണ്ട് ബൊക്കെ തയ്യാറായി. അത് കണ്ടപ്പോൾ ശിവായുടെ മുഖത്ത് ഒരു മധുരമായ പുഞ്ചിരി തെളിഞ്ഞു. വാവ്, ഇതിലെല്ലാ സ്നേഹവും ഉണ്ട്. ഇത് കണ്ട അവൾക്ക് എന്നോട് ദേഷ്യപ്പെടാൻ കഴിയില്ലമ്മേ. ഈ പൂക്കളുടെ സുഗന്ധം കൊണ്ടാവും
അവൾ എന്നെ സ്നേഹിക്കുക. ഇതാ അമ്മേ. ഇല്ല മോനെ, ഇന്ന് നീ എന്നെ സഹായിച്ചിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങാനോ? അമ്മേ, ഇന്ന് പണം വാങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അമ്മയുടെ അടുത്തുനിന്ന് പൂ വാങ്ങില്ല. ശിവായുടെ അത്രയും മധുരമുള്ള ഭീഷണി കേട്ട് അമ്മയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ പുഞ്ചിരിച്ച് പണം വാങ്ങി. ശിവായ് ബൊക്കെയെടുത്ത് നന്ദിനിയെ കണ്ട് ആനിവേഴ്സറി വിഷ് ചെയ്യാൻ വീട്ടിലേക്ക് ഇറങ്ങി. ഹലോ, എന്റെ ലോൺ സാങ്ഷൻ. എന്ത്? എന്റെ ലോൺ സാങ്ഷൻ ആയില്ലേ? നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയുമോ? മുകേഷ് ബജാജിന്റെ കൊച്ചുമകളാ ഞാൻ. എനിക്ക് അടിയന്തരമായിട്ട് ഫണ്ട്സ് വേണം. ഹലോ. നിലവിൽ നന്ദിനിയുടെ കമ്പനി വൻ നഷ്ടത്തിലായിരുന്നു. കമ്പനിയെ ഒന്ന് രക്ഷിക്കാനായി അടുത്ത ദിവസം നടക്കുന്ന റീയൂണിയൻ പാർട്ടിക്ക് ചെന്ന് തന്റെ സുഹൃത്തായ ദേവിനോട് സാമ്പത്തിക സഹായം ചോദിക്കണമെന്ന് നന്ദിനി തീരുമാനിച്ചു. നന്ദിനി, ഡാർലിംഗ്, നീ ഒന്ന് മനസ്സ് വെച്ച കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിനക്ക് കോടികൾ സമ്പാദിക്കാം. നിന്റെ മുങ്ങിയൊലിക്കുന്ന കമ്പനിയെയും രക്ഷിക്കാം. മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ? നീ കുറച്ച് സമയം എന്റേതാകാൻ തയ്യാറായ ഞാൻ 2 കോടി രൂപ ഇപ്പൊ നിനക്ക് തരാം. അതിലും കൂടുതൽ വേണമെങ്കിൽ വേണമെങ്കിൽ എന്താണ് ദേവ്? ദയവായിട്ട് പറ. 2 കോടിയിലധികം തരാൻ ഞാൻ എന്ത് ചെയ്യണം? 2 കോടിയോ? ഞാൻ 10 കോടി വരെ തരാം. 10 കോടി? വാട്ട് ആർ യു സേയിങ്? ദേവ്, പ്ലീസ്, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. കൂടുതലൊന്നുമില്ല. ഇന്നത്തെ രാത്രി മുഴുവൻ നീ എനിക്കായി തന്നാ മതി. ദേവ് ആ വാക്കുകൾ പറഞ്ഞ് നന്ദിനിയുടെ കൈ പിടിച്ചപ്പോൾ ദേവിന്റെ മൂക്കിൽ കുത്തിയടിച്ച ആ കനത്ത ഇടി അവനെ പിന്നോട്ട് തള്ളിയിട്ടു. ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ട്? ഇതെന്റെ ഭാര്യയാണ്. അവൾ പണത്തിന് വേണ്ടി ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല. ശിവായ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്ന അതേ ഭാര്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശിവായുടെ കരണത്തടിച്ചു. ഹൗ ഡെയർ യു! ഇവിടെ വരാൻ ധൈര്യം എവിടെ നിന്നാ നിനക്ക് കിട്ടിയത്? നന്ദിനി, നീ എന്താണ് ഇവിടെ ഇത്രയും ആളുകളുടെ ഇടയിൽ ചെയ്യുന്നത്? കൂടാതെ ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണെന്ന് നീ മറന്നോ? ഇതാ നോക്ക്, ഞാൻ നിനക്കായി കൊണ്ടുവന്ന മനോഹരമായ ഈ ബൊക്കെ. ബൊക്കെ? മൈ ഫുഡ്! നിന്റെ വില നീ മറക്കരുത്. ഒരു പണവും സമ്പാദിക്കാത്ത വീട്ടുവേലക്കാരനാണ് നീ. ആനിവേഴ്സറിയോ? ഈ പൂക്കൾക്ക് പുറമെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ? എനിക്ക് തരണമെങ്കിൽ ആദ്യം എനിക്ക് ഡിവോഴ്സ് താ, എന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോ. നിന്നെപ്പോലൊരു ദരിദ്രവാസിയുടെ കൂടെ കഴിയാൻ എനിക്ക് പറ്റില്ല. ശ്വാസം മുട്ടുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം അത് ദേവിന് മാത്രമേ എനിക്ക് നൽകാൻ കഴിയൂ. ദേവ് സാർ. ശിവായി എത്തിയതും ദേവ് പോലീസിനെ വിളിച്ചിരുന്നു. അതാണ് ഇൻസ്പെക്ടർ ഇപ്പോൾ വന്നത്. എന്താ പ്രശ്നം? ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇൻസ്പെക്ടറിന്റെ ചോദ്യം കേട്ട് ദേവ് വിരൽ ചൂണ്ടിയത് ശിവായിയാണ്. എന്താ മാഷേ, ഒന്നിനും വകയില്ലാത്ത നീ വലിയ ആളുകളുടെ പാർട്ടിയിലെത്തി പ്രശ്നം ഉണ്ടാക്കുന്നു. കൊണ്ടുപോ, സ്റ്റേഷനിൽ ഇവന് ഒരു പാർട്ടി കൊടുക്കാം. കൊണ്ടുപോ. ഇൻസ്പെക്ടർ, ഒന്ന് ശ്രദ്ധിക്കണം. നാളെ ഇവൻ എന്റെ ഷൂവിന്റെ മുന്നിൽ വന്ന് ജീവന് വേണ്ടി യാചിക്കുന്ന രീതിയിൽ ഇവനെ ഒന്ന് പെരുമാറണം. ആ മാറ്റർ എനിക്ക് വിട്ടേക്ക് സാർ. നിങ്ങൾ മേഡത്തിന്റെ കൂടെ പാർട്ടി ആസ്വദിക്കുക. പിന്നെ എനിക്കുള്ളത് അങ്ങ് എത്തിച്ചേക്കണേ. അവിടെ എത്തും. ശിവായിയെ സ്റ്റേഷനിലെത്തി ഒരു കസേരയിലിരുത്തി. ഇരുന്നപ്പോൾ തന്നെ ശിവായ് സിഗരറ്റ് എടുത്ത് ലൈറ്റർ കൊളുത്താൻ നിന്നു. പക്ഷെ ഇൻസ്പെക്ടറിന്റെ കൈ ലൈറ്റർ അവന്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു. ഇത് നിന്റെ അപ്പന്റെ വീടാണോ? ഇവിടെ ധൈര്യമായിരുന്ന് സിഗരറ്റ് വലിക്കാൻ? കോൺസ്റ്റബിൾ, ഇവന്റെ ഡ്രസ്സെല്ലാം ഊരി ഐസ് ലാബിന്മേൽ കിടത്തിക്കോ. ഇവന്റെ ശരീരമാകെ ഒന്ന് തണുക്കട്ടെ. ഇൻസ്പെക്ടർ ആ വാക്കുകൾ പറഞ്ഞതോടെ സ്റ്റേഷന്റെ മുകളിൽ പെട്ടെന്ന് ഹെലികോപ്റ്ററുകളുടെ ഗർജനം മുഴങ്ങി. ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് ഇറങ്ങി സ്റ്റേഷൻ മുഴുവൻ വളഞ്ഞു. ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്താണ് ഇവിടെ? ഇൻസ്പെക്ടർ, നിങ്ങൾ അറസ്റ്റ് ചെയ്തത് ആരെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അങ്ങനെ പറഞ്ഞ കമാൻഡോ നിലത്ത് വീണ ലൈറ്റർ എടുത്ത് ശിവായുടെ സിഗരറ്റ് കൊളുത്തി. ലൈറ്ററിലെ അടയാളം ഇൻസ്പെക്ടർ കണ്ടപ്പോൾ
ഇൻസ്പെക്ടറിന്റെ കാലിന്റെ കരുത്ത് പോയി. രണ്ട് കൈയും ചേർത്ത് ശിവായുടെ മുന്നിൽ അയാൾ മുട്ടുകുത്തി. മേജർ മഹേശ്വരി! ലൈറ്ററിലെ സൈൻ കണ്ട ഇൻസ്പെക്ടർ ഭയപ്പെട്ടത് എന്തിന്? ശിവായെ മേജർ മഹേശ്വരി എന്ന് വിളിച്ചത് എന്തിനാണ്? ശിവായുടെ ലൈറ്ററിന്റെ രഹസ്യം എന്താണ്? കമാൻഡോസ് എന്തിനാണ് അവിടെ എത്തിയത്? ജയിലിൽ കിടന്ന രാത്രി ശിവയ്ക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പലവിധ ചിന്തകൾ അവന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. സമയം ഒരു യുഗം പോലെ ഇഴഞ്ഞു നീങ്ങി. നന്ദിനി പറഞ്ഞ ഓരോ വാക്കും അവന്റെ ഹൃദയത്തിൽ തറച്ച കത്തിമുന പോലെ വേദനിപ്പിച്ചു. നന്ദിനിയുടെ സ്വഭാവം ഇത്രയും തരം താഴ്ന്നതാകുമെന്ന് ശിവ കരുതിയിരുന്നില്ല. സത്യസന്ധമായ സ്നേഹത്തിന്റെ അവസാനം ഇത്ര മോശമായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കഴിഞ്ഞ കാലം മുഴുവൻ അവൾക്ക് വേണ്ടി ഒരു അടിമയെ പോലെ ഞാൻ കഴിഞ്ഞു. അവളുടെ സന്തോഷത്തിനു വേണ്ടി എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു. എന്നിട്ടും അവളുടെ മനസ്സലിഞ്ഞില്ല. ഒരിക്കലും എന്റെ സ്നേഹം അവൾ തിരിച്ചറിഞ്ഞില്ല. മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവൻ വേദന ഒതുക്കാൻ ശ്രമിച്ചു. എന്റെ പ്രണയമായിരുന്നു നീ. 12 വർഷം ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം, നമ്മുടെ സന്തോഷം, എല്ലാം. എന്നിട്ടും എന്തിനു നന്ദിനി? എന്തിനാണ് എന്നോട് ചെയ്തത്? നീ എന്റെ യഥാർത്ഥ പ്രണയമായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ഇങ്ങനെ പെരുമാറാൻ കഴിയില്ലായിരുന്നു നന്ദിനി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മഹാദേവ, എന്തൊരു പരീക്ഷണോ അത്! ശിവ മുഷ്ടി പതിയെ തുറന്നു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ അവന് തോന്നി. അവന്റെ മുഖത്ത് വേദനയുടെ ആഴമേറിയൊരു നിഴൽ പതിഞ്ഞു. മറുവശത്ത് തനിക്ക് നേരിട്ട അപമാനം കാരണം നന്ദിനിയുടെ കോപം ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചു മറിയുകയായിരുന്നു. അർദ്ധരാത്രിയോട് അടുത്തപ്പോഴാണ് അവൾ വീട്ടിലെത്തിയത്. ദേഷ്യത്തോടെ വേഗത്തിൽ കാറ് പാർക്ക് ചെയ്ത് അവൾ ഇറങ്ങി. നന്ദിനി നേരെ രേഖയുടെ മുറിയുടെ വാതിലിന് മുന്നിലെത്തി കതകിൽ ആഞ്ഞു മുട്ടാൻ തുടങ്ങി. അമ്മേ, വാതിൽ തുറക്ക്. ഞാനിവിടെ ഉറക്കവും പോയി വന്നിരിക്കുക. എന്നിട്ട് അമ്മ ഇവിടെ സമാധാനമായി ഉറങ്ങുകയാണോ? വാതിൽ തുറക്കമ്മേ. നന്ദിനിയുടെ ശബ്ദം കേട്ട് രേഖ പരിഭ്രാന്തിയായി എഴുന്നേറ്റു. ഉടൻ തന്നെ വാതിൽ തുറന്നു. ഉറക്കത്തിൽ നിന്നുണർന്നതിലുള്ള അസ്വസ്ഥതയും ഭയവും അവരുടെ മുഖത്ത് ഒരുപോലെ നിഴലിച്ചിരുന്നു. എന്തു പറ്റി മോളെ? ഈ രാത്രിയിൽ എന്തിനാ അലർന്നത്? അല്ല, നീ പാർട്ടിക്ക് പോയതല്ലേ? ആരെങ്കിലും ക്യാഷ് ഒന്ന് സഹായിച്ചോ? രേഖ ആകാംക്ഷയോടെ ചോദിച്ചു. നന്ദിനി ഒരു ദീർഘനിശ്വാസം എടുത്തു. അവളുടെ കോപം വാക്കുകളായി പുറത്തു വന്നു. അയ്യോ, സഹായിക്കുകയോ? എന്റെ കഴിവില്ലാത്ത ഭർത്താവ് അവിടെ വന്നൊരു കോമഡി കാണിച്ചിട്ടുണ്ട്. ഇനി ആരും എന്നെ സഹായിക്കില്ല. എല്ലാവരും എന്നോട് മുഖം തിരിച്ച് എന്നെ പരിഹസിച്ചു പോയി. നന്ദിനി ക്ലബിൽ നടന്ന മുഴുവൻ സംഭവങ്ങളും അമ്മയോട് പറഞ്ഞു. അത് കേട്ട് രേഖയുടെ മുഖം ദേഷ്യം കൊണ്ട് വിവരണമായി. ഇതെല്ലാം നിന്റെ മുത്തച്ഛൻ, ആ കിളവൻ കാരണമാണ്. അയാളെ നിർബന്ധിച്ച് നിന്നെ ഈ ദരിദ്രവാസിയുമായി കല്യാണം കഴിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, അന്ന് തന്നെ അത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ ദുരവസ്ഥ വരില്ലായിരുന്നു, രേഖ പറഞ്ഞു. അവരുടെ വാക്കുകളിൽ പഴയ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു. അമ്മേ, മതി. ഇനി എനിക്ക് ശിവയ്ക്കൊപ്പം ഒരു വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഡിവോഴ്സ് വേണം, നന്ദിനി തറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് രേഖയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ പരിഭ്രാന്തിയോടെ അവളെ നോക്കി പറഞ്ഞു. പക്ഷെ എങ്ങനെ മോളെ? നിനക്ക് ഓർമ്മയില്ലേ ആ കിളവൻ ഒരു കരാറുണ്ടാക്കിയ കാര്യം? നീ ശിവയ്ക്ക് ഡിവോഴ്സ് കൊടുത്താൽ ദേവരാജ ഫാമിലിയുടെ പകുതി സ്വത്ത് അവന് നൽകേണ്ടി വരും. ആ കഴിവില്ലാത്ത ശിവയ്ക്ക് വേണ്ടതും അതാണ്. നമ്മുടെ പണം അവന്റെ ഒഴിഞ്ഞ പോക്കറ്റിൽ പോയി വീഴണം. നന്ദിനിയുടെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിരിഞ്ഞു. ഇല്ലമ്മേ, ഇതാണ് ശരിയായ സമയം. എന്നെ വിശ്വസിക്കേ. ശിവയെ എങ്ങനെ ഒഴിവാക്കുമെന്ന് നന്ദിനിയും രേഖയും സംസാരിക്കുന്ന സമയത്ത് തടവറയിലെ തണുത്ത തറയിൽ കിടക്കുന്ന ശിവയുടെ മനസ്സ് അപ്പോഴും ക്ലബിൽ വെച്ച് നടന്ന സംഭവങ്ങളിൽ തന്നെയായിരുന്നു. അവൻ തന്റെ പ്രണയത്തിനും ആത്മാഭിമാനത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയിരുന്നു. ഒരു ഭാഗത്ത് അവന്റെ കുട്ടിക്കാലത്തെ പ്രണയം, മറുഭാഗത്ത് അതേ പ്രണയം അവനിൽ ഏൽപ്പിച്ച അപമാനം. അവന്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ഉയർന്നു വന്നു. ഞാൻ ആർക്കു വേണ്ടി പോരാടും? എനിക്ക് വേണ്ടിയോ, അതോ തിരിച്ചു കിട്ടാത്ത പ്രണയത്തിന് വേണ്ടിയോ? അവന്റെ മനസ്സ് വീണ്ടും 12 വർഷം മുൻപ് നടന്ന ആ സംഭവത്തിലേക്ക് ചെന്നു. നന്ദിനി അവന്റെ കുട്ടിക്കാലത്തെ പ്രണയമാകാൻ ഒരു സാധ്യതയും തോന്നില്ല. അല്ലെങ്കിൽ ആ രാത്രിയിൽ നൽകിയ വാക്ക് അവൾക്ക് എങ്ങനെ മറക്കാൻ കഴിഞ്ഞു? അന്നത്തെ സംഭവങ്ങളൊന്നും നന്ദിനിക്ക് ഓർമ്മയില്ല. അന്നത്തെ ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം, മനോഹരമായ ആഴമേറിയ കണ്ണുകൾ, മധുരമായ ശബ്ദം എല്ലാം ഓരോന്നായി ശിവയുടെ കൺമുന്നിൽ തെളിഞ്ഞു. ഈ നന്ദിനി തന്നെയാണ് അന്നത്തെ ആ പെൺകുട്ടിയെങ്കിൽ എനിക്ക് അവളെ എങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയും? ചിലപ്പോ ഞാൻ വേദനയോടെ ജീവിച്ചേക്കാം, പക്ഷേ അവളില്ലാതെ എങ്ങനെ? അവന്റെ ഹൃദയം ഒരു നിമിഷം നിന്നുപോയതുപോലെ തോന്നി.
നന്ദിനി അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് റെഡിയായി. ഇന്ന് അവൾ സന്തോഷത്തിലായിരുന്നു. ഒടുവിൽ ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചല്ലോ, നന്ദിനി സ്വയം പറഞ്ഞു. അവന് ജാമ്യം കിട്ടുമെന്നാണ് അവന്റെ വിചാരം. പക്ഷെ അവന് കിട്ടാൻ പോകുന്നത് ഡിവോഴ്സ് ആണ്. ഇന്ന് ഞാൻ വക്കീലിനെ കാണുന്നത് അവന്റെ ജാമ്യത്തിനല്ല, ഡിവോഴ്സിന് വേണ്ടിയായിരിക്കും. നന്ദിനി അവൾക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് ഡ്രസ്സ് ധരിച്ച് പേഴ്സ് എടുത്ത് താഴെ വന്നു. അവിടെ അവളുടെ സുഹൃത്ത് ആര്യൻ നേരത്തെ തന്നെ വന്നിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. നന്ദിനിയുടെ കൂടെ പഠിച്ചതാണ് ആര്യൻ. സ്കൂൾ കാലം തൊട്ടേ അവന് നന്ദിനിയെ ഇഷ്ടമായിരുന്നു. നന്ദിനിയും ശിവയും ഡിവോഴ്സ് ആകുമെന്ന സൂചന ലഭിച്ച ഉടനെ തന്നെ അവൻ പുതിയ ലക്ഷറി കാറുമായി നന്ദിനിയെ കാണാൻ വന്നതാണ്. ആര്യമോനെ, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇത്രയും വില കൂടിയ കാർ എപ്പോഴാ വാങ്ങിയേ? ആര്യനോട് സംസാരിക്കുകയായിരുന്ന രേഖ ആവേശത്തോടെ ചോദിച്ചു. ആക്ച്വലി എനിക്ക് പ്രൊമോഷൻ കിട്ടി ആൻറ്റി. എനിക്കിപ്പോ 5 കോടിയുടെ പാക്കേജ് ഉണ്ട്. ആര്യൻ പറഞ്ഞത് കേട്ട് രേഖയുടെ കണ്ണുകൾ വിടർന്നു. അവർ ഒരു നിമിഷം ആര്യനെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് ആര്യനെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. മോനെ, നീ എത്ര ഉത്തരവാദിത്വവും കഴിവുള്ളവനാണ്. എന്നാൽ ശിവയോ? ഞങ്ങളുടെ ഫാമിലിക്ക് അവൻ അപമാനമാണ്. അവനുമായുള്ള വിവാഹത്തോടെ ഈ കുടുംബം നശിച്ചു. ഞാൻ നിന്നോടൊരു സത്യം പറയാലോ, ഇന്ന് വരെ നന്ദിനിയും ശിവയും ഒരു ബെഡിൽ ഒരുമിച്ച് ഉറങ്ങിയിട്ടില്ല. രേഖ പറഞ്ഞത് കേട്ട് ആര്യൻ സന്തോഷിച്ചു. അതേസമയം കിരൺ റീയൂണിയൻ പാർട്ടിയിൽ വെച്ച് താൻ നേരിട്ട അപമാനത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഇൻസ്പെക്ടർക്ക് കൈക്കൂലി നൽകി ശിവയ്ക്ക് മേൽ 3-ാം മുറ പ്രയോഗിക്കാൻ പറഞ്ഞു. തെറ്റായ ആൾക്കാരുമായാണ് ശിവമഹേശ്വരി നീ ഏറ്റുമുട്ടിയത്. അവന്റെ ഷർട്ടും പാൻറ്റും അഴിച്ച് അവനെ തല കീഴായി തൂക്ക്. അവന്റെ ദേഷ്യം ഞാനത് തീർത്തു കൊടുക്കാം. ഇൻസ്പെക്ടർ ക്രൂരമായ ചിരിയോടെ അടുത്ത് നിന്നിരുന്ന 2 കോൺസ്റ്റബിൾമാരോട് പറഞ്ഞു. ഒരു കടുത്ത ശിവഭക്തനായിരുന്നു ശിവ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവൻ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. സ്റ്റേഷനകത്തെ ഭീകരമായ അന്തരീക്ഷത്തിലും അവൻ കണ്ണുകളടച്ച് ഓം നമശിവായ എന്ന് ജപിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ 2 കോൺസ്റ്റബിൾമാർ ശിവയുടെ അടുത്തേക്ക് വന്നത്. അവർ ശിവയുടെ കൈകൾ പിടിച്ചു. മഹാദേവൻ എന്തുകൊണ്ടാണ് സംഹാരകൻ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അധർമ്മം അതിന്റെ അതിരുകൾ ലംഘിക്കുമ്പോൾ അവന്റെ താണ്ഡവം എല്ലാം ഇല്ലാതാക്കി ഒരു പുതിയ തുടക്കം നൽകുന്നു. ഇനി ലോകം മുഴുവൻ ശിവയുടെ താണ്ഡവം കാണും. ശിവ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവർ ശിവയെ പിടിച്ചതിലായിരുന്നില്ല, മറിച്ച് ആ ജപം തടസ്സപ്പെടുത്തിയതിലായിരുന്നു അവന് ദേഷ്യം. അവന്റെ ശരീരത്തിലെ ഓരോ അണുവും ദേഷ്യം കൊണ്ട് വിറച്ചു. ഒരു കോൺസ്റ്റബിളിന്റെ കോടലിൽ പിടിച്ചുകൊണ്ട് അവൻ ഒരു മൃഗത്തെ പോലെ അലറി. ശംഭോ മഹാദേവ! അത് പറഞ്ഞ് ഉടൻ തന്നെ അവൻ ആ 2 പോലീസുകാരെയും എടുത്തുയർത്തി നിലത്തേക്ക് ശക്തിയായി വലിച്ചെറിഞ്ഞു. പേടിച്ചു പോയ അവർ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഇത് കണ്ട ഇൻസ്പെക്ടർ ഞെട്ടിപ്പോയി. അയാൾ 10 കോൺസ്റ്റബിൾമാരെ കൂട്ടി അങ്ങോട്ട് വന്നു. അവരുടെ കൈകളിൽ ലാത്തികളുണ്ടായിരുന്നു. അവർ ശിവയെ വളഞ്ഞു നിന്ന് ലാത്തി കൊണ്ട് അടിക്കാൻ തുടങ്ങി. അടികൊണ്ട് അവന്റെ ശക്തമായ ശരീരം ദുർബലമായിക്കൊണ്ടിരുന്നു. കൈകളും കാലുകളും കൂട്ടിക്കെട്ടി അവനെ തല കീഴായി കെട്ടിത്തൂക്കി. അവന്റെ കരുത്തുറ്റ ശരീരം ഇപ്പോൾ ഒരു നിർജീവമായ മൃഗത്തെ പോലെ തൂങ്ങിക്കിടന്നു. ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ശിവയുടെ ശരീരത്തിൽ നിന്ന് രക്തം വെള്ളം പോലെ ഇറ്റു വീഴുകയായിരുന്നു. മുന്നിൽ ഇൻസ്പെക്ടർ തന്റെ ബെൽറ്റുമായി അവനെ അടിക്കാൻ തയ്യാറായി നിന്നു. ഇവനെ ഡ്രസ് അഴിക്കേ, ഇൻസ്പെക്ടർ പറഞ്ഞു. 2 കോൺസ്റ്റബിൾമാർ അവന്റെ ശരീരത്തിൽ ബാക്കിയുള്ള വസ്ത്രങ്ങൾ കൂടി അഴിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അവരുടെ ഈ പ്രവൃത്തി കണ്ട് ശിവ പെട്ടെന്ന് ശാന്തനായി. അതൊരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു. പെട്ടെന്ന് ആ പോലീസ് സ്റ്റേഷനിലെ അന്തരീക്ഷം മാറി. അവിടെ മണലും പൊടിയും പറന്നുയർന്ന് ഒരു കൊടുങ്കാറ്റ് പോലെയായി. ആ കാറ്റിൽ കാഴ്ചകൾ മങ്ങി ആർക്കും ഒന്നും കാണാൻ കഴിയാതെയായി. ദൂരെ നിന്ന് ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം മാത്രം വ്യക്തമായി കേൾക്കാമായിരുന്നു. ശിവ തന്റെ കണ്ണുകൾ തുറന്ന് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇൻസ്പെക്ടറും അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരും ഇങ്ങനൊരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇവിടെ എന്താ നടക്കുന്നത്? അടുത്തുള്ള ആളുകൾ പോലും തങ്ങളുടെ ജോലികളെല്ലാം ഉപേക്ഷിച്ച് ഭയന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാതെ ഒരു വലിയ ഹെലികോപ്റ്റർ പോലീസ് സ്റ്റേഷന്റെ സമീപത്തെത്തിയത്. അതിൽ നിന്ന് 10 കമാൻഡോകൾ കയറിൽ പിടിച്ച് സ്റ്റേഷന്റെ മുന്നിലിറങ്ങി. അതേസമയം മറുവശത്ത് 10 SUV കാറുകൾ സ്റ്റേഷന്റെ മുന്നിൽ വന്നു നിന്നു. ഈ കാറുകളുടെ അകത്തുനിന്ന് കമാൻഡോകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തിറങ്ങി. മികച്ച പരിശീലനം ലഭിച്ചവരായിരുന്നു ആ കമാൻഡോകൾ. യൂണിഫോം ധരിച്ച് അത്യാധുനിക ആയുധങ്ങളും ഏന്തിയാണ് അവർ നിന്നിരുന്നത്.
അവരെല്ലാം 4 ചുറ്റും നിന്ന് പോലീസ് സ്റ്റേഷൻ വളഞ്ഞു. അവരിൽ നിന്നൊരു സംഘം സ്റ്റേഷന്റെ അകത്തേക്ക് ചെന്നു. ശിവയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അടികൊണ്ട് തൂങ്ങിക്കിടക്കുന്ന ശിവയെ കണ്ട് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കമാൻഡോകളിൽ ഒരാളായ ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് പരിഭ്രാന്തിയോടെ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് ഭ്രാന്താണോ? മണ്ടന്മാരെ, അദ്ദേഹത്തെ താഴെയിറക്ക്. ഇൻസ്പെക്ടറും ദേഷ്യത്തോടെ ചോദിച്ചു, ആദ്യം എന്തിനാണ് ഈ ഡ്രാമ എന്ന് നിങ്ങൾ പറയും. ഷോ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ക്യാപ്റ്റൻ സിദ്ധാർത്ഥിന് ഇൻസ്പെക്ടറുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ഉടൻ തന്നെ ഇൻസ്പെക്ടറുടെ മുഖത്ത് ഒരടി കൊടുത്തു. ശിവമഹേശ്വരി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 3 വർഷം മുമ്പ് ഈ നഗരത്തെ രക്ഷിച്ച രക്ഷകനാണ് അദ്ദേഹം. ഒറ്റയടിക്ക് 735 പേരെ കൊന്ന യോദ്ധാവ്, ഇന്ത്യയുടെ ഏറ്റവും വലിയ രഹസ്യ ഏജൻസിയുടെ തലവൻ, മേജർ ശിവ. പിന്നെ ഒരു മുന്നറിയിപ്പ് പോലെ അയാൾ പറഞ്ഞു, പിന്നെ കേട്ടോളൂ ഇൻസ്പെക്ടർ, ഈ കാര്യം നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. മേജർ ശിവയുടെ പേര് കേട്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ കണ്ടതുപോലെ തോന്നി. അയാൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ അയാൾ കഴിഞ്ഞ ഒരു രാത്രി മുഴുവൻ തടവിൽ വെച്ചിരിക്കുകയായിരുന്നു. ശിവയുടെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി താനാണെന്ന് ഓർത്തപ്പോൾ ഇനി തന്റെ യൂണിഫോം ഊരേണ്ടി വരുമെന്ന ഭയം അയാളെ പിടികൂടി. അയാൾ ഒന്നും നോക്കാതെ ശിവയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വേഗം തടവറയുടെ താക്കോലെടുത്ത് പൂട്ട് തുറന്നു. ശിവയുടെ കൈകളിലെയും കാലുകളിലെയും കെട്ടുകൾ അഴിച്ചു. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവനെ ബഹുമാനത്തോടെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കസേരയിലിരുത്തി. ശിവയുടെ വസ്ത്രങ്ങൾ കീറിയിരുന്നു. തല മുതൽ കാൽ വരെ അവൻ രക്തത്തിൽ കുളിച്ചിരുന്നു. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് ഉടൻ തന്നെ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ചു. അതോടൊപ്പം ആദ്യത്തെ 2 കോൺസ്റ്റബിൾമാർ പേടിച്ച് വിറച്ച് അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം തുടച്ചു മാറ്റാൻ തുടങ്ങി. ആ കമാൻഡോകൾ ശിവയെ 3 വർഷത്തിന് ശേഷം ഇന്ന് ആദ്യമായി കാണുകയായിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ ബഹുമാനവും ആദരവും നിറഞ്ഞിരുന്നു. അവർ അഭിമാനത്തോടെ ശിവയ്ക്ക് സല്യൂട്ട് നൽകി. ഇത് കണ്ട് ശിവയും എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്ന് തിരികെ സല്യൂട്ട് നൽകി. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് ശിവയുടെ മുന്നിൽ ബഹുമാനത്തോടെ നിന്നു. സർ, ഞങ്ങൾ എവിടെയെല്ലാം തിരഞ്ഞു. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ അവസ്ഥയിലാണെന്ന് ഞങ്ങൾ ഇന്നലെ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മുഴുവൻ ബറ്റാലിയനുമായി നിങ്ങളെ കൊണ്ടുപോകാൻ വന്നത്. സോറി സാർ, ഞാൻ വൈകിപ്പോയി. സിദ്ധാർത്ഥ് ശിവയെ നോക്കി പറഞ്ഞു. ഇല്ല ക്യാപ്റ്റൻ, നിങ്ങൾ കൃത്യസമയത്താണ് എത്തിയത്. വരൂ, നമുക്കിവിടെ നിന്ന് പോകാം. എന്നെ പെട്ടെന്ന് ദേവരാജ് വില്ലയിൽ ഇറക്കി തരൂ, ശിവ പറഞ്ഞു. ഇത്രയെല്ലാം സംഭവിച്ചതിനു ശേഷവും ശിവ നന്ദിനിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചിരുന്നത്. കഴിഞ്ഞ രാത്രി നന്ദിനി അവന്റെ കണ്ണുകളിലേക്ക് പകർന്ന അഗ്നി ഇപ്പോഴും ജ്വലിക്കുകയായിരുന്നു. ശിവയ്ക്ക് അഗ്നി അണയ്ക്കണമായിരുന്നു. അതിന് നന്ദിനിയെ കണ്ടേ മതിയാവും. ശിവ എല്ലാവരോടും അവിടെ നിന്ന് തിരികെ പോകാൻ ഉത്തരവിട്ടു. പ്ലാറ്റൂൺ ഡിസ്പേഴ്സ്ഡ്. യെസ് സർ. ഈ ശബ്ദത്തിന്റെ മുഴക്കം കൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ വിറച്ചു. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ശിവയ്ക്ക് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിഞ്ഞില്ല. ശിവ പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി വേഗം കാറിൽ കയറി. എല്ലാ കമാൻഡോകളും അവന്റെ പിന്നാലെ ഓടി കാറുകളിൽ കയറി. ശിവയുടെ ഉത്തരവ് ലഭിച്ച ഉടനെ എല്ലാ കാറുകളും ഒന്നിനു പുറകെ ഒന്നായി ദേവരാജ് വില്ലയിലേക്ക് പുറപ്പെട്ടു. റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര കണ്ടപ്പോൾ ആളുകൾ അത്ഭുതത്തോടെ നോക്കി. ശിവയുടെ അടുത്ത സീറ്റിൽ ഇരുന്ന ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് അവനോട് ചോദിച്ചു, മേജർ, നിങ്ങൾ എന്തിനാണ് ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ കഴിഞ്ഞത്? നിങ്ങൾ ഞങ്ങളെ വിളിക്കാൻ എന്നാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ഒരു ഫോൺ കോളിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും റെഡിയാണ്. സിദ്ധാർത്ഥ്, ഒരു രാത്രി ഞാൻ അവിടെ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇനിയെല്ലാം ശരിയാവും. ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന രാത്രിയായിരിക്കും ഇത്. അത് പറയുമ്പോഴും ശിവയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കും പോലെ ശക്തിയായി മിടിക്കുന്നുണ്ടായിരുന്നു. ശിവ കാറിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. അവന് നന്ദിനിയിൽ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ അവളുടെ വെറുപ്പ് നിറഞ്ഞ വാക്കുകളും ആത്മാഭിമാനം പോലും മറന്നുള്ള പെരുമാറ്റവും ഓർത്തപ്പോൾ പോലും ശിവയുടെ ഉള്ളിൽ ഒരു വിറയൽ വന്നു. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ് വീണ്ടും സംസാരിച്ചു. മേജർ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. 5 വർഷം മുമ്പ് ജമ്മു കാശ്മീരിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചില വ്യവസ്ഥകളിൽ നമ്മളൊരു ഒത്തുതീർപ്പുണ്ടാക്കിയ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അവിടുത്തെ നിയമവിരുദ്ധ സംഘടന ഉടമ്പടി ലംഘിച്ചിരിക്കുകയാണ്. അവർ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ആക്രമിച്ചേക്കാം. ഞങ്ങൾക്ക് നിങ്ങളെ തിരികെ ആവശ്യമുണ്ട് മേജർ. നിങ്ങൾക്ക് തിരികെ വരേണ്ടി വരും. ഞാനതെല്ലാം 3 വർഷം മുമ്പ് ഉപേക്ഷിച്ചതാണ് സിദ്ധാർത്ഥ്. ഇപ്പോൾ ഞാനൊരു സാധാരണക്കാരനാണ്.
ആ വാഹനവ്യൂഹം ദേവരാജ് വില്ല ലക്ഷ്യമാക്കി പാഞ്ഞു. താഴെ 10 കറുത്ത SUVകളും മുകളിൽ 2 ഹെലികോപ്റ്ററുകളും. ഒരു രാജാവിന്റെ വാഹനവ്യൂഹം ദേവരാജ് വില്ലയിലേക്ക് പുറപ്പെട്ടതുപോലെ തോന്നിപ്പിച്ചു ആ യാത്ര. വില്ലയിൽ നന്ദിനിയും ആര്യനും അഡ്വക്കേറ്റിനെ കാണാനായി പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ വീടിന് മുന്നിൽ ആ SUV കാറുകൾ വന്നു നിന്നത്. മുന്നിൽ നിന്ന കാറിന്റെ ഡോർ തുറന്നു. കാറിൽ നിന്ന് ശിവ ഇറങ്ങുന്നത് കണ്ട് നന്ദിനിയും ആര്യനും അമ്പരന്നു പോയി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദേവരാജ് വില്ലയ്ക്ക് മുമ്പിൽ ശിവ ഇറങ്ങിയതിനു ശേഷം ആ വാഹനവ്യൂഹം അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. കാറുകൾ അവിടെ നിന്ന് നീങ്ങുന്നത് നന്ദിനി അത്ഭുതത്തോടെ നോക്കി. ഈ സമയം ശിവയുടെ കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു. അവൻ വേഗം നന്ദിനിയുടെ അടുത്തേക്ക് വന്നു. നന്ദിനി, സത്യമായിട്ട് നിനക്ക് 12 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലേ? നന്ദിനി ശിവയെ ഉറ്റുനോക്കി. അവൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുൻപ് ശിവ വീണ്ടും ചോദിച്ചു, ആ കിഡ്നാപ്പിംഗ്, നിന്റെ ബർത്ത്ഡേ, ഒന്നും നിനക്ക് ഓർമ്മയില്ലേ? മറുപടി പറയാതെ നന്ദിനി ശിവയെ തന്നെ നോക്കി നിന്നു. ഇങ്ങനെ കണ്ടപ്പോൾ നന്ദിനി ഞെട്ടിപ്പോയിരുന്നു. നിനക്ക് ഭ്രാന്തായോ? നീ എങ്ങനെയാണ് പുറത്തിറങ്ങിയത്? ആരാ നിനക്ക് ജാമ്യം തന്നത്? നന്ദിനി ദേഷ്യത്തോടെ ചോദിച്ചു. എന്തോ? എങ്ങനെ? എനിക്കിതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ജീവിതത്തിൽ നിന്ന് വളരെ വലിയൊരു പാഠം ഞാൻ പഠിച്ചു. ഇന്നലെ നീ എന്നോട് മോശമായി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ സെൽഫ് റെസ്പെക്ട് എന്താണെന്ന് പഠിക്കില്ലായിരുന്നു. എന്നെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കില്ലായിരുന്നു. നീ എന്ത് നോൺസെൻസ് ആണ് ഈ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ തെറ്റുകൊണ്ടാണ്. നിന്നെ ജാമ്യത്തിലിറക്കി ഒരു ഉപകാരം ചെയ്തേക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷേ നന്ദിനി എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ശിവ അവളുടെ സംസാരം തടസ്സപ്പെടുത്തി. അവൻ വളരെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് ഡിവോഴ്സ് വേണം നന്ദിനി. ഞാൻ സ്നേഹിച്ച ആൾ നീയല്ല. വിവാഹമോചനത്തിന്റെ കാര്യം കേട്ട് നന്ദിനി ആര്യനും ഒരുപോലെ ഞെട്ടി. ശിവയ്ക്ക് നന്ദിനിയിൽ നിന്ന് ഡിവോഴ്സ് വേണമായിരുന്നു. നന്ദിനിയുടെ അഹങ്കാരത്തിന് വല്ലാതെ മുറിവേറ്റു. അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, ഓഹോ ശിവ, നീ എന്താ പറഞ്ഞത്? നീ എനിക്ക് ഡിവോഴ്സ് തരുമെന്നോ? നിനക്ക് അതിനൊക്കെ പറ്റുമോ? നീ എന്റെ ചെലവിലല്ലേ ജീവിക്കുന്നേ? എന്നാൽ ശിവയുടെ മുഖത്ത് ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവൻ തല ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം നന്ദിനിയുടെ ഉള്ളിൽ ഒരു തീ പോലെ തറച്ചു. അപ്പോഴും നന്ദിനിക്കൊരു കാര്യം മാത്രം മനസ്സിലായില്ല. അല്ല, നീ സ്റ്റേഷനിലായിരുന്നില്ലേ? പിന്നെ ആരാ നിനക്ക് ജാമ്യം തന്നത്? നന്ദിനി സംശയത്തോടെ വീണ്ടും ചോദിച്ചു. വലിയ ഏതോ ആളുകളാണ് ഇവൻ ഇവിടെ കൊണ്ടുവന്നിറക്കിയത്. ഇവൻ അവരുടെ കാലിൽ വീണിട്ടുണ്ടാവും. അങ്ങനെ ജാമ്യം കിട്ടിക്കാണും. ശിവയെ കളിയാക്കിക്കൊണ്ട് ആര്യൻ പറഞ്ഞു, സോറി, ഇത്രയും കാലം ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനിയും എനിക്കതിന് കഴിയില്ല. എന്റെ ആത്മാഭിമാനമാണ് എനിക്ക് വലുത്. ശിവ നന്ദിനിയുടെ കണ്ണുകളിൽ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശിവ തന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി ഇനി ലോകത്തോട് യുദ്ധം ചെയ്യുമോ? നന്ദിനിയോടുള്ള ശിവയുടെ സ്നേഹം വിവാഹമോചനത്തിൽ അവസാനിക്കുമോ? ശിവ ആരാണ്? അവന്റെ രഹസ്യം എന്താണ്? ജയിലിൽ നിന്ന് തിരിച്ചെത്തിയ ശിവയുടെ ഭാവം ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. പതിവ് പോലെ എല്ലാം ക്ഷമിച്ച് അവൻ മിണ്ടാതെ നിന്നില്ല. കാലങ്ങളോളം അടക്കിപ്പിടിച്ച ശിവയുടെ നീരസം മറയില്ലാതെ പുറത്തേക്ക് വന്നു. നന്ദിനി കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ എന്നോട് പറയാൻ നീ ആരാണ്? നിന്റെ വില എന്താണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നീ എന്നെ മാന്യത പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇത്ര കാലം എല്ലാം സഹിച്ചും പുറത്തു നിന്നു. ഇനിയും നന്ദിനിയുടെ ഈ സംസാരം കേട്ട് മിണ്ടാതിരിക്കാൻ ശിവ ഒരുക്കമായിരുന്നില്ല. സങ്കടത്തോടെ അവൻ നന്ദിനിയോട് പറഞ്ഞു, അതെ, ഇത്ര നാളും ഞാൻ എന്റെ അഭിമാനം പണയം വെച്ചു. സകല അപമാനവും സഹിച്ചു നിന്നു. നിന്റെ മുന്നിൽ, ഈ കുടുംബത്തിന്റെ മുന്നിൽ, എന്തിന് ഈ നാട്ടുകാർക്ക് മുന്നിൽ പോലും നിന്റെ കുത്തുവാക്കുകൾ കേട്ട് ഞാൻ തല താഴ്ത്തി നിന്നു. ഒരു വാക്ക് പോലും ഞാൻ മറുത്തു പറഞ്ഞില്ല. ഒരു നോക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ വേദനിപ്പിച്ചില്ല. എന്നും ഞാൻ നിന്നെ സ്നേഹിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ നന്ദിനി. പക്ഷേ നിനക്കൊരിക്കലും എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. നിന്നോടുള്ള എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ ഞാൻ നടത്തുന്ന ശ്രമങ്ങളൊന്നും നീ മനസ്സിലാക്കിയില്ല. ആളുകളുടെ തെറി കേൾക്കുന്നത് എനിക്കിഷ്ടമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ അമ്മയെ മാത്രമേ അനുസരിച്ചുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് മാത്രമേ വിശ്വസിച്ചുള്ളൂ. എന്റെ സ്നേഹം നീ അവഗണിച്ചു. മഹാദേവനെ ആണയിട്ട് പറയുക, ഞാൻ എല്ലാം നിർത്തുക. ഇനിയും എനിക്കിങ്ങനെ അപമാനിതനാകാൻ വയ്യ. കണ്ണുകൾ നിറച്ചുകൊണ്ടായിരുന്നു ശിവ ഇത് പറഞ്ഞത്. കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ശിവ അത്രയധികം വേദന സഹിച്ചിരുന്നു. ശരീരത്തിന്റെ വേദനയേക്കാൾ വലുതായിരുന്നു അവന്റെ ഹൃദയവേദന. പക്ഷേ
മനുഷ്യത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആ ആളുകൾ അവന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. നന്ദിനിയുടെ മറുപടി ശിവയുടെ മുറിവിന്റെ ആഴം കൂട്ടുന്ന വിധമായിരുന്നു. എനിക്ക് നിന്റെ സ്നേഹം ആവശ്യമില്ലായിരുന്നു ശിവ. ആദ്യ ദിവസം മുതൽ എനിക്ക് നിന്നോട് വെറുപ്പായിരുന്നു. എന്തു ഗുണമാണാവോ നിന്നിൽ എന്റെ മുത്തശ്ശൻ കണ്ടത്? നീ എന്താ പറഞ്ഞത്? നിന്റെ സ്നേഹം നീ കാണിക്കാൻ ശ്രമിച്ചെന്നോ? അവസാനം നീ എനിക്കൊരു സമ്മാനം തന്നത് ഡ്യൂപ്ലിക്കേറ്റ് മുത്തുകളുള്ള ഒരു മാലയായിരുന്നു. വെറും ഡ്യൂപ്ലിക്കേറ്റ്. എനിക്ക് നിന്നെ ഇനി വേണ്ട, അത്രയേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിയ നന്ദിനി. നിനക്കിനിയും ഞാനൊരു ശല്യമാവുന്നില്ല. ഞാൻ നിനക്ക് നൽകാത്ത എല്ലാം തരാൻ കഴിയുന്ന ഒരാളെ നിനക്കിപ്പോ കിട്ടിയിട്ടുണ്ടല്ലോ. ആര്യനെ ചൂണ്ടിക്കാട്ടി ശിവ നന്ദിനിയോട് പറഞ്ഞു. നന്ദിനിയെ സന്തോഷിപ്പിക്കാൻ എനിക്കറിയാം. നിന്നെപ്പോലെ ദരിദ്രവാസിയല്ല ഞാൻ, ഹൈ ക്ലാസ്സാ. നിന്നെപ്പോലുള്ള ആളുകളോട് ഞാൻ സംസാരിക്കാറ് പോലുമില്ല. അടുത്ത ആഴ്ച നന്ദിനിയുടെ പിറന്നാളാണ്. നീ കണ്ടോ, അവൾക്ക് വേണ്ടി ഏറ്റവും ഗംഭീരമായൊരു പിറന്നാൾ പാർട്ടി ഞാൻ സംഘടിപ്പിക്കും. ശിവയെ നോക്കി പരിഹാസത്തോടെ ആര്യൻ പറഞ്ഞു. അപ്പോഴേക്കും ആ ചൂടേറിയ തർക്കത്തിനിടയിലേക്ക് രേഖയും കടന്നു വന്നു. കണ്ട പിച്ചക്കാരോടൊന്നും നീ സംസാരിക്കാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് അവർ നന്ദിനിയുടെ കൈപിടിച്ച് അവളെ അകത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഹാളിൽ ശിവയും ആര്യനും മാത്രമായി. താൻ ഒറ്റയ്ക്കാണെന്ന് കണ്ട് ആര്യൻ ചെറുതായി ഭയന്നു. എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ നന്ദിനിയെ നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശരി നന്ദിനി, ഞാൻ നാളെ രാവിലെ വരാം. പിന്നെ ശിവയെ പുച്ഛത്തോടെ നോക്കി അവൻ പോകാനായി തിരിഞ്ഞു. നല്ല ഭാഗ്യമുള്ളവർക്കേ നല്ല പെൺകുട്ടികളെ കിട്ടും. നാളെ നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ റെഡി ആയിക്കോ. അവസാനം നീ നിന്റെ വാക്ക് മാറ്റി പറയരുത്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഷർട്ടിന്റെ കോളർ നേരെയാക്കി ശിവയുടെ മുന്നിൽ നിന്ന് പോയി. ആര്യന്റെ വാക്കുകൾ ശിവ വകവച്ചില്ല. അവന് ആര്യനോട് പുച്ഛമാണ് തോന്നിയത്. പക്ഷേ ശിവ അവിടെ തന്നെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി. പണത്തിന് ശരിക്കും അത്ര ശക്തിയുണ്ടോ? നല്ല മനുഷ്യരെ പോലും മാറ്റാൻ പണത്തിന് കഴിയുമോ? എനിക്കറിയാവുന്ന നന്ദിനി എത്ര നിഷ്കളങ്കിയായിരുന്നു. അവൾ എങ്ങനെയാണ് ഇത്ര ക്രൂരയായി മാറിയത്? ഇന്നത്തെ കാലത്ത് സ്നേഹത്തിന് ആരും വില കൽപ്പിക്കുന്നില്ലേ? എന്നാൽ ശിവ അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം താൻ ഒരു ഉത്തരം കണ്ടെത്തുമെന്ന് അവൻ തീരുമാനിച്ചു. സ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ തളർന്നെങ്കിലും ശിവ ഒരു ധീര മനസ്സിന്റെ ഉടമയായിരുന്നു. ഒന്നിനു മുന്നിലും തോറ്റുകൊടുക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. ശിവ അവിടെ നിന്ന് തന്റെ ഇലക്ട്രിക് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് നേരെ മണലിപ്പുഴയുടെ തീരത്തേക്ക് പുറപ്പെട്ടു. ഒരിക്കൽ കുതിച്ചൊഴുകിയിരുന്ന മണലി ഇപ്പോൾ നീരുവറ്റി ശോഷിച്ചിരിക്കുന്നു. സങ്കടം വരുമ്പോൾ അവൻ എന്നും ഈ പുഴയുടെ തീരത്തേക്ക് വരും. നേർത്ത ചാലായി ഒഴുകുന്ന അതിലെ വെള്ളം കാണുമ്പോൾ തന്റെ ഉള്ളിലടക്കി പിടിച്ച ദുഃഖം കണ്ണീരായി ഒഴുകുകയാണെന്ന് തോന്നും. മണലടിഞ്ഞുണ്ടായ തിട്ടകളിൽ തന്റെ ഹൃദയഭാരം ഇറക്കി വെക്കാൻ തോന്നും. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ആരോടും പഴി പറയാതെ ശാന്തമായി ഒഴുകുന്ന മണലി. അവിടെ എത്തുമ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്ത ശാന്തത അനുഭവപ്പെടുമായിരുന്നു. മണലിപ്പുഴയുടെ തീരത്തെത്തി അവൻ സ്കൂട്ടറിന്റെ ബൂട്ടിൽ നിന്ന് തന്റെ റൂബിക്സ് ക്യൂബ് പുറത്തെടുത്തു. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതും കൊണ്ടിരുന്ന് അവൻ കയ്യിലെ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ തുടങ്ങി. പല നിറങ്ങൾ അവന്റെ കണ്ണിന് മുന്നിൽ ഭ്രമണം ചെയ്തു. പെട്ടെന്നാണ് അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നത്. ഒടുവിൽ അവൻ ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു. അവൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന അതേ വഴി. നന്ദിനി തന്നെയായിരുന്നു 12 വർഷം മുൻപ് താൻ വാക്ക് നൽകിയ പെൺകുട്ടി എന്നാണ് ശിവ എപ്പോഴും കരുതിയിരുന്നത്. എന്നും അവളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇന്നവൻ അത് തിരുത്താൻ തയ്യാറായിരിക്കുന്നു. സ്നേഹമില്ലാത്ത ഈ ജീവിതത്തിൽ ഇനിയും എല്ലാം സഹിച്ച് ജീവിക്കേണ്ടെന്ന് ശിവ ഉറപ്പിച്ചു. ഈ 3 വർഷം അവൻ അവളുടെ സ്നേഹത്തിന് വേണ്ടി മാത്രം എത്ര അപമാനങ്ങളാണ് സഹിച്ചത്. എന്നാൽ ഇനിയില്ല, ആത്മാഭിമാനം എന്നൊന്നുണ്ട്. അതിനിയും കണ്ടില്ലെന്ന് നടിച്ചാൽ താനല്ലാതാവും. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത് തന്റെ സ്കൂട്ടറിന്റെ ബൂട്ടിൽ തിരികെ വെച്ചു. പിന്നെ തന്റെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഒരാളെ വിളിച്ചു. കൊച്ചിയിലെ ഒരു 52 നില കെട്ടിടത്തിലേക്കാണ് ശിവയുടെ കോൾ ചെന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായിരുന്ന ത്രിലോക് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസ് ആയിരുന്നു അത്. ഈ ഹോൾഡിംഗ് കമ്പനിക്ക് നിരവധി ഉപകമ്പനികളുണ്ടായിരുന്നു. ഫാർമസി, F&B, ഇമ്പോർട്ട് എക്സ്പോർട്ട്, കൺസ്ട്രക്ഷൻ, ടെക്സ്റ്റൈൽസ് എന്നിങ്ങനെ പല മേഖലകളിൽ ത്രിലോക് ഗ്രൂപ്പ് മേൽക്കൈ നേടിയിരുന്നു. എനിക്ക് ദിനേശ് കുമാറുമായി സംസാരിക്കണം, ശിവ പറഞ്ഞു. ഉടൻ മറുഭാഗത്തു നിന്ന് ഒരു ചോദ്യം വന്നു. നിങ്ങളുടെ പേരെന്താണ് സാർ? ശിവ മഹേശ്വരി. ഫോൺ എടുത്ത ആ 50 വയസ്സുകാരൻ ഒരു കിതപ്പോടെ വിളിച്ചു. ശിവയുടെ പേര് കേട്ട്
തന്റെ കാൽ ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോയതുപോലെ ദിനേശ് കുമാറിന് തോന്നി. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് തിളങ്ങി. അപ്പോൾ പതുങ്ങിയ ശബ്ദത്തിൽ ശിവ പറഞ്ഞു, ദിനേശ് ജി, എനിക്കൊരു സഹായം വേണമായിരുന്നു. കിതച്ചുകൊണ്ട് തന്നെ ഫോണിന്റെ മറുഭാഗത്ത് നിന്ന് ശബ്ദം വന്നു. അതിനെന്താ സാർ, നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാമല്ലോ. പക്ഷെ സാർ, ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ദിനേശിന്റെ ചോദ്യത്തിന് ശിവ മറുപടി പറഞ്ഞില്ല. അവന്റെ ശബ്ദത്തിൽ മാറ്റം വന്നു. ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, 12 വർഷം മുമ്പ് തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് കിഡ്നാപ്പിംഗ് കേസിൽ ഉൾപ്പെട്ട ആ പെൺകുട്ടി ആരായിരുന്നു എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയും? അത് ദേവരാജ് കുടുംബത്തിലെ നന്ദിനി ദേവരാജ് ആയിരുന്നോ, അതോ മറ്റേതെങ്കിലും പെൺകുട്ടിയോ? അവന്റെ ചോദ്യം കേട്ട് ദിനേശ് ചോദിച്ചു, പക്ഷേ സാർ, 12 വർഷം മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് അധികം വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അന്വേഷിക്കാം. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദിനി ദേവരാജിനെ പരിചയം? അത് ഞാൻ അറിയുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? യാതൊരു മടിയും കൂടാതെ ശിവ മറുപടി പറഞ്ഞു, ഞാൻ നാളെ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്. അത് പറഞ്ഞപ്പോൾ ആ നേരം അത്രയും കുനിഞ്ഞു പോയിരുന്ന ശിവയുടെ തോളുകൾ ഉയർന്നു. ശിവയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം പ്രകടമായിരുന്നു. അവൻ പറഞ്ഞു, എന്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരികെ വരാൻ പോവുകയാണ്. പിന്നെ യെസ്, ശിവ മഹേശ്വരി തിരിച്ചു വന്നെന്ന് എല്ലാവരോടും പറഞ്ഞിട്ട്. ഇത് കേട്ട് ദിനേശ് അമ്പരന്നു പോയി. കോൾ കട്ടായ ഉടൻ ദിനേശ് ഒരു ദീർഘനിശ്വാസമെടുത്തു. അയാളുടെ സന്തോഷം ഇരട്ടിച്ചു. അയാൾ ഉടനെ തന്നെ ഫോൺ എടുത്ത് തന്റെ സെക്രട്ടറിയെ വിളിച്ചു. കമ്പനിയിലെ എല്ലാ ഡയറക്ടർമാരെയും അറിയിക്കൂ, നമ്മളൊരു ബോർഡ് മീറ്റിംഗ് നടത്താൻ പോവുകയാണ്. നമ്മുടെ ബോസ് തിരിച്ചു വന്നെന്ന് അവരോട് പറയണം. ഉടൻ തന്നെ സെക്രട്ടറി തന്റെ ജോലി ആരംഭിച്ചു. അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, സൗത്ത് ഏഷ്യ എന്നിവിടങ്ങളിലെ എല്ലാ കമ്പനി ഡയറക്ടർമാരെയും അയാൾ ഫോൺ ചെയ്തു. ത്രിലോക് ഗ്രൂപ്പിന്റെ ഉടമയും കമ്പനിയുടെ ചെയർമാനുമായ ശിവ മഹേശ്വരി തിരിച്ചു വന്നു എന്ന കാര്യം അയാൾ എല്ലാവരെയും അറിയിച്ചു. മറുവശത്ത് കോൾ കട്ട് ചെയ്ത് ശിവ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. നന്ദിനി, ഞാൻ നിന്നെ ഒരു രാജ്ഞിയെ പോലെ നോക്കുമായിരുന്നു. അതിന് നീ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറായാൽ മാത്രം മതിയായിരുന്നു. മഹാദേവനെ ആണയിട്ട് ഞാൻ പറയുകയാണ്, എന്താണ് നഷ്ടപ്പെട്ടതെന്ന് നിനക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കളി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ സമയം ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ത്രിലോക് ഗ്രൂപ്പിലെ ആളുകൾക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. ത്രിലോക് ഗ്രൂപ്പിൽ നിന്നുള്ള സന്ദേശമാണിത്. ശിവ മഹേശ്വരി തിരിച്ചു വന്നിരിക്കുന്നു. മെസ്സേജ് കണ്ടവരെല്ലാം വാക്കുകൾക്ക് അതീതമായ ആവേശത്തോടെ തുള്ളിച്ചാടി. ഒരു കാര്യം വ്യക്തമായിരുന്നു, ശിവ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആ സമയത്ത് ദിനേശിന്റെ മുറിയിലേക്ക് അയാളുടെ സെക്രട്ടറി അനുവാദമില്ലാതെ കടന്നു വന്നു. സെക്രട്ടറിയെ കണ്ടപ്പോൾ ദിനേശ് ദേഷ്യപ്പെട്ടു. ഞാൻ തിരക്കിലാണെന്ന് നിനക്ക് കാണാൻ വയ്യേ? മുട്ടിയിട്ട് വേണം അകത്തേക്ക് വരാൻ. നിനക്ക് തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥലമാണത്. ദിനേശിനെ ദേഷ്യം കണ്ട് സെക്രട്ടറി ഭയന്നു. സാർ, ഇത് ദേവരാജ് ഫാമിലിയിൽ നിന്നുള്ള ക്ഷണക്കത്താണ്. ഞാൻ അക്കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. സാരമില്ല, ഞാൻ പിന്നെ വരാം. ദേവരാജ് കുടുംബത്തിന്റെ പേര് കേട്ടതും ദിനേശിന്റെ കാതുകൾ കൂർത്തു. നീ എന്താ പറഞ്ഞത്? ദേവരാജ് ഫാമിലി എന്നോ? അയാൾ പെട്ടെന്ന് ചോദിച്ചു. സെക്രട്ടറി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ സാർ, നന്ദിനി ദേവരാജിന്റെ പിറന്നാളിന്റെ ക്ഷണക്കത്താണ്. പക്ഷേ സാറിന് താല്പര്യമില്ലല്ലോ. സാറ് പങ്കെടുക്കില്ലെന്ന് ഞാൻ അവരെ അറിയിച്ചേക്കാം. ഇത് കേട്ടപ്പോൾ ദിനേശ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഏയ്, അത് വേണ്ട. ഒരു കാര്യം ചെയ്യ്, നമ്മൾ പിറന്നാളിന് വരുമെന്ന് മറുപടി കൊടുക്ക്. നന്ദിനിക്ക് വേണ്ടി ഒരു ഗംഭീരമായ സമ്മാനവും തയ്യാറാക്ക്. ദിനേശിന്റെ ക്യാബിൻ വിട്ട് പുറത്തേക്ക് പോകുന്ന നേരത്ത് സെക്രട്ടറി ദിനേശിനോട് ചോദിച്ചു, സാർ, ശിവ സാറ് ശരിക്കും തിരിച്ചു വന്നോ? അതെ, വന്നു. ഇത് കേട്ട് സെക്രട്ടറി ഞെട്ടിപ്പോയി. അയാൾ ശിവയെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ശിവയെക്കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിരുന്നു. ശിവയെ കാണാൻ തനിക്കും അവസരം കിട്ടുമല്ലോ എന്നോർത്ത് അയാൾ മനസ്സിൽ സന്തോഷിച്ചു. നീ എന്താ എന്റെ മുഖത്തേക്ക് എന്നെ നോക്കി നിൽക്കുന്നത്? നിനക്കിവിടെ ജോലിയൊന്നുമില്ലേ? ഓ, നിന്റെ പണിയെടുക്ക്. ദിനേശ് സെക്രട്ടറിയെ വഴക്കു പറഞ്ഞു. അയാൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. ഈ തിരക്കിനിടയിൽ കിരൺ അകത്തേക്ക് വന്നു. എന്തെവിടെ? ഓഫീസിലെന്താ ഇന്നത്ര ബഹളം? നന്ദിനിക്ക് റിയൂണിയൻ പാർട്ടിയിൽ കൂടെ കിടക്കാൻ ഓഫർ നൽകിയ അതേ ചെറുപ്പക്കാരനായിരുന്നു കിരൺ. കിരണിന്റെ അമ്മാവനായിരുന്നു ദിനേശ്. എന്നാൽ ഇക്കാര്യം ശിവയ്ക്ക് അറിയില്ലായിരുന്നു. കിരണിന്റെ തലയിലെ മുറിവ് കണ്ടപ്പോൾ ദിനേശ് അവനോട് ചോദിച്ചു, ഇതെന്താ നിന്റെ തല മുറിഞ്ഞിരിക്കുന്നത്? എന്തുപറ്റി? അമ്മാവൻ ഈ ചോദ്യം ചോദിക്കുമെന്ന് കിരണിന് അറിയാമായിരുന്നു. ഒന്നുമില്ല അങ്കിൾ, ഇന്നലെ രാത്രി റിയൂണിയൻ പാർട്ടിയിൽ ചെറിയൊരു വഴക്കുണ്ടായി.
ഇത് കേട്ട് ദിനേശിന്റെ ഭാവം പെട്ടെന്ന് മാറി. എന്താ? ആരേത് ചെയ്തത്? അവന്റെ പേര് പറ. ഈ സിറ്റിയില് ആർക്കാ നിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം ഉണ്ടായത്? കാര്യം തുറന്നു പറയാൻ കിരൺ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൻ ഒരു നിമിഷം ചിന്തിച്ചു. അമ്മ അവനോട് എന്താണ് പറയേണ്ടത്? ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്നോ? അക്കാര്യം അമ്മാവൻ അറിയിക്കുന്നത് അവന്റെ ആത്മാഭിമാനം ഇല്ലാതാക്കുന്നതായിരുന്നു. ഒരു ചെറുപ്പക്കാരനും അവന്റെ കുറച്ച് കൂട്ടുകാരുമായിരുന്നു. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അവന് ഞാൻ തീർത്തേനെ. കിരൺ മടിച്ചു പറഞ്ഞു. ദിനേശിന് അവന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായി. എന്താ വേണ്ടതെന്ന് നീ പറ. കിരൺ മടിച്ചുകൊണ്ട് പറഞ്ഞു. അങ്കിളുടെ ഫോണില് ഈ കാലൊക്കെ തല്ലിയൊടിക്കാൻ പറ്റുന്ന ചില ആളുകളുടെ നമ്പറുകളില്ലേ? ഞാൻ ഒന്നവരുമായി സംസാരിച്ച് അക്കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കോട്ടെ. കിരണിന്റെ വാക്കുകൾ കേട്ട് ദിനേശ് പതിഞ്ഞ ശബ്ദത്തിൽ അവനെ ഉപദേശിച്ചു. കിരൺ, നീ എന്റെ മോനെ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിന് പറ്റിയ സമയമല്ല. എന്തെങ്കിലും പിഴവ് പറ്റിയാൽ വലിയ പ്രശ്നമാകും. ഇത് കേട്ട് കിരൺ തന്റെ കാര്യത്തിൽ കുറച്ചുകൂടി നിർബന്ധം പിടിച്ചു. അങ്കിൾ, ഞാൻ കൂടുതലൊന്നും ചെയ്യില്ല. അവന്റെ കയ്യും കാലും തല്ലിയൊടിക്കാൻ മാത്രമേ ഞാൻ അവരോട് പറയൂ. പ്ലീസ് അങ്കിൾ. തന്റെ മരുമകൻ അപേക്ഷാ സ്വരത്തിൽ ചോദിക്കുന്നത് കേട്ട് ദിനേശിന് പിന്നെയും അവനോട് നോ പറയാൻ തോന്നിയില്ല. അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവന് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്ത് കൈ പിന്നോട്ട് വലിച്ചു. നിന്നെ തല്ലിയവന്റെ പേരെന്താ? പേരൊന്നും അറിയില്ല അങ്കിൾ. പക്ഷേ എന്റെ ഒരു ക്ലാസ്മേറ്റിന്റെ ഹസ്ബൻഡാണ്. ഒരു സാധാരണക്കാരനാ. കൂടുതലൊന്നും അറിയില്ല. കിരൺ പറഞ്ഞു. അത് കേട്ടതും പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്ന് ദിനേശിന് തോന്നി. അയാൾ തന്റെ ഫോൺ കിരണിന് കൊടുത്തു. അവസാനമായി ഞാൻ ഒരു കാര്യം കൂടി പറയാം കിരൺ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നേക്കാൾ മോശമായി വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒന്നിനും കൂടെ നിൽക്കില്ല. റിമെമ്പർ, വേണ്ടാത്ത വല്ല പണിക്ക് നിന്നാൽ പിന്നെ നിനക്ക് ഇങ്ങനൊരു അങ്കിളില്ലെന്ന് കരുതിയാൽ മതി. കിരൺ എല്ലാം മനസ്സിലായ പോലെ തലയാട്ടി അഭിനയിച്ചു. പിന്നെ ദിനേശിന്റെ ഫോൺ വാങ്ങി മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. മുറിക്ക് പുറത്തിറങ്ങിയതും കിരണിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ സ്വയം പറഞ്ഞു, പിന്നെ ഞാനിപ്പോ അവന്റെ കാല് തെല്ലൊടിക്കാൻ പോവുകയല്ലേ. എനിക്ക് അവന്റെ ശവോ വേണ്ടത്. ഈ ചിന്തയോടെ കിരൺ ദിനേശിന്റെ ഫോണിൽ നിന്ന് തന്നെ ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, എനിക്കൊരുത്തിന്റെ ശവം വേണം. പകരം 20 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കും. കിരൺ കോൾ കട്ട് ചെയ്ത് ദിനേശിന് ഫോൺ തിരികെ കൊടുത്തു. സന്തോഷത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. എടാ ശിവ, നീ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി വീരമണിയിൽ നിന്ന് രക്ഷപ്പെട്ട് കാണിക്കേ. അവൻ സ്വയം പറഞ്ഞു. താൻ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് കിരണിന് അറിയില്ലായിരുന്നു. സ്വന്തം പ്രവർത്തികളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ കിരൺ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അതേസമയം പാലക്കാട്ടെ തിരുമംഗലം കൊട്ടാരത്തിൽ 20 ആഡംബരക്കാറുകൾ പിറ്റേ ദിവസം രാവിലെ ഒരു യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ഈ വാഹനവ്യൂഹം ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഈ വാഹനവ്യൂഹത്തെ നോക്കി നിന്ന വൈദ്യനാഥന്റെ അടുത്തേക്ക് കൊട്ടാരത്തിന്റെ മാനേജർ വന്നു പറഞ്ഞു, സാർ, നാളത്തെ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. രാവിലെ കൃത്യം 9 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. രാജഗുരുവിന് തുല്യമായ പദവിയാണ് വൈദ്യനാഥന് ആ കൊട്ടാരത്തിലുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ നീർത്തിളക്കം കണ്ട് മാനേജർ ചോദിച്ചു, സാർ, എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറിന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ. വൈദ്യനാഥൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. പിന്നെ മാനേജറിനോട് പറഞ്ഞു, സങ്കടമൊന്നും അല്ലടോ. ശിവയുടെ കാര്യം അറിഞ്ഞപ്പോ മുതൽ എന്റെ ഈ സന്തോഷ കണ്ണീർ നിൽക്കുന്നില്ല. ഇത്രയും വർഷമായി ഈ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അവനെ കണ്ടിട്ട് 3 വർഷം കഴിഞ്ഞു. ഇനി നാളെ അവനെ വീണ്ടും കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവും. മഹാദേവന്റെ കൃപ. ശിവ സുരക്ഷിതനാണ്. സർ, ഇപ്പൊ വിശ്രമിച്ചോളൂ. നാളത്തെ നീണ്ട യാത്ര ഉള്ളതല്ലേ, മാനേജർ പറഞ്ഞു. ഇത് കേട്ട് വൈദ്യനാഥൻ സമ്മതം മൂളി വിശ്രമിക്കാനായി അകത്തേക്ക് പോയി. അതേസമയം തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ശിവ ചെക്ക് ഇൻ ചെയ്തു. മുറിയിലെത്തി അവൻ കട്ടിലിൽ വെറുതെയിരുന്നു. ഈ സമയം ശിവയുടെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. 12 വർഷം മുൻപ് താൻ വാക്ക് നൽകിയ അതേ പെൺകുട്ടി തന്നെയാണോ നന്ദിനി? പക്ഷേ നന്ദിനി തന്നെയാണ് ആ പെൺകുട്ടിയെങ്കിൽ എനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയുമോ? എന്റെ അഭിമാനത്തിന് യാതൊരു വിലയുമില്ലേ? ഞാൻ ചെയ്യുന്നത് ശരിയോ അതോ തെറ്റോ?
ഈ ചോദ്യങ്ങളാൽ അസ്വസ്ഥനായ ശിവ കണ്ണടച്ച് കൈകൾ കൂപ്പി. മഹാദേവ, ഇനി ഞാനെല്ലാം അങ്ങയുടെ തീരുമാനത്തിന് വിടുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും. അല്പം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവൻ സ്വയം പറഞ്ഞു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ നമുക്ക് കോടതിയിൽ കാണാം നന്ദിനി ദേവ്രാജ്. ശിവായ് ഏക് വിനാശക് എല്ലാ എപ്പിസോഡുകളും കേൾക്കാൻ പോക്കറ്റ് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.